الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله الله رحمة للعالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين قال الله عز وجل قال الله عز وجل يا أكرم الكرماء على عتابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما حب النبي ومدحه خير العمل حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഖത്തീബ് ഉസ്താദ് അവറുകളെ, സദസ്യരായ പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന മറ്റു സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠാനിയന്മാർ, ഉമ്മപ്പങ്ങന്മാർ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമത്തെ ഖബൂലാക്കുമാറാകട്ടെ.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പാടുകയും പറയുകയും ചെയ്യുന്ന ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മദീന മുനവ്വറിൽ മറവിട്ട് കിടക്കുന്ന മനുഷ്യത്വത്തിന്റെ മഹാപ്രപഞ്ചമായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പ്രവഹിക്കുന്ന പ്രവാചകാനുരാഗത്തിന്റെ സദസ്സുകൾ ആയിരമല്ല പതിനായിരമല്ല ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അവിടേക്ക് സ്വലാത്തുകളും മദഹിന്റെ ഈരടികളും ഒരു പ്രവാഹം പോലെ നമ്മിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ വയനാട് ജില്ലയിലെ കാക്കവയൽ പ്രദേശത്തിലുള്ള ഒരു കൂട്ടം ആശിഖ്യങ്ങൾ സംഘടിപ്പിച്ച ഒരു വലിയ ഒരു സദസ്സാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലുള്ള പ്രഭാഷണങ്ങൾ, വഅദുകൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റു മാസങ്ങളെ പോലെയല്ല, വല്ലാത്തൊരു റാഹത്തുള്ള ഒരു മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുക, പാടുക, എഴുതുക, പ്രചരിപ്പിക്കുക, പ്രചരണത്തിന്റെ ഭാഗത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അല്ലാഹു തആല വല്ലാത്ത തൗഫീഖ് നൽകിയ ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ പശ്ചാത്തലത്തിൽ എന്നും നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന പാരമ്പര്യത്തിലൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നതാണ് നമ്മുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മീലാദ് കൊണ്ടാടുന്ന സമയം എത്തുമ്പോഴേക്ക് ഞാൻ നേരത്തെ ഉസ്താദിനോട് സൂചിപ്പിക്കുകയുണ്ടായി, മറ്റുള്ള മാസങ്ങളിലേക്കാൾ ഉപരിയായ ആളുകൾ, ചെറുപ്പക്കാരും വലിയോരും കുട്ടികളും മുതിർന്നവരും പൗരന്മാരും സ്ത്രീജനങ്ങളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി സംഗമിക്കുന്ന ഒരിടമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പരിപാടികൾ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടുന്ന് തുടങ്ങി എവിടുന്ന് അവസാനിപ്പിക്കണം എന്നത് ഒരാൾക്കും തന്നെ പറയാൻ സാധിക്കില്ല. നബി തങ്ങൾ നൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നല്ല, പത്തല്ല, നൂറല്ല മണിക്കൂറുകൾ ചെലവഴിച്ചാലും അത് പറഞ്ഞു തീരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിലും തുടങ്ങുന്നത് പോലെ ഒടുക്കത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിൽ എത്രയെത്ര ആളുകൾ കഴിഞ്ഞുപോയി. ഞാൻ ആമുഖമായിട്ടൊന്നും പറയാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണമെന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നബി തങ്ങളെ കണ്ടവരെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണ്? നബി തങ്ങളെ കണ്ടവരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ കണ്ടവർ എങ്ങനെ നബി തങ്ങളെ കണ്ടു? നമുക്ക് നബി തങ്ങളെ കാണാൻ പൂതിയുണ്ട്. മഹാനായിരിക്കുന്ന ഇമാമുന തിർമുദി റളിയല്ലാഹു തആല തങ്ങൾ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇൽ മേനിയെ കുറിച്ച് പറയാൻ വേണ്ടി 416ഓളം ഹദീസുകൾ ഉപയോഗപ്പെടുത്തി 56 ബാബുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്, ശമാഇൽ തിർമിദി. ആ ശമാഇലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ബാബു മാ ജാഅ ഫീ ഖൽഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് അധ്യായം തുടങ്ങുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേനിയെ സംബന്ധിച്ച് വന്ന ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ബാബ് എന്ന് തുടങ്ങിയിട്ട് 14 ഹദീസുകൾ അതിലും പിന്നെ ഒരു 56 ബാബുകളിലായി 416 ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കുകയാണ്. ആ കിതാബ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ 416 ഹദീസുകൾ വായിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും. അത് ദർസ് നടത്തിയ മുദർരിസുമാരും ആ ദർസിൽ കൃത്യമായി പങ്കെടുത്ത പഠിതാക്കളും നബി തങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായിരിക്കുന്ന കായൽ പട്ടണത്തിൽ അന്തിറങ്ങുന്ന ശൈഖ് ഉമറുൽ ഖാഹിരി റളിയല്ലാഹു തആല തങ്ങൾ രചിച്ച അൽഫുൽ അലിഫിന്റെ ഖസീദയുണ്ട്. ആ ഖസീദ ബഹുമാനപ്പെട്ട തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിആൽ അവ്വല السطور بسم الله بدأ القال لا إله إلا الله لا إله إلا الله أركز لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അലിഫ് എന്ന് പറഞ്ഞാൽ ഒരു ദുർബലമായ അക്ഷരമാണ്. അല്ലഫൽ അലിഫു സാധുവായ മുഫ്ലിസായ ബലഹീനനായ ഒരു സാധുവിത രചിക്കാൻ പോവുകയാണ്. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിആൽ അവ്വല السطور بسم الله بدأ അത്യുന്നതമായ പദവിയിൽ വിരാജിക്കുന്ന ആദരവായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിദ അതിന്റെ കോർവയെ ഞാനിതാ രചിക്കാൻ പോവുകയാണ്. എന്നിട്ടൊരു സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. ബാലഗൽ മുത്താഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും യശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാലഗൽ മുത്താഹ് ഒരുപാട് മദ്ഹികൾ പരിശ്രമിച്ചു നോക്കി. ബാലഗൽ മുത്താഹു ഫീ ഔസാഫിഹി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വിശേഷണങ്ങൾ ലോകത്തേക്ക് പരിചയപ്പെടുത്താൻ ഒരുപാട് മദ്ഹികൾ പരിശ്രമിച്ചു നോക്കി. മാ ബലഗ ബാലിഗും യശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. അവർ പരിശ്രമിച്ചു നോക്കിയെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിന്റെ 10-1 ഭാഗം പോലും പറഞ്ഞു തീർക്കാൻ ആ മദ്ഹിങ്ങൾക്ക് സാധിച്ചില്ല എന്നതാണ്. എല്ലാവരും പരിശ്രമിച്ചു നോക്കി നബി തങ്ങളെ കുറിച്ച് ലോകത്തോട് പറയാൻ. പക്ഷേ ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തിന്റെ ആ വിശേഷണങ്ങളുടെ 10-1 ഭാഗം പോലും പറഞ്ഞു തീർക്കാൻ സാധിച്ചില്ല എന്നതാണ്. താഹ ഖൽബി മുസ് അതൈതു വാദിയൻ ഖഫമാ തബഉ ഫീ ദാദി ത്വാഹ താലിയൻ ലിതാലി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തായ്‌വരയിലൂടെ ഞാൻ നടന്നു
കാതിന്റെ ഉള്ളിലൂടെ കേൾക്കുന്ന നബിയുടെ മദ്ഹിന്റെ റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ ആ മണലാരുണ്യം വിളിച്ചു പറയുമ്പോ എന്റെ ഹൃദയത്തിന് ഒരു വല്ലാത്ത സങ്കടത്തിന്റെ അലയൊലികൾ കടന്നു വരികയാണ്. കാരണം എന്താ? ജബൽ അബീ ഖുബൈസ് പർവതത്തിന്റെ താഴെ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം ദിവസങ്ങളാണ്, ആഴ്ചകളാണ്, മാസങ്ങളാണ് ഒന്നും കിട്ടാതെ വിശന്നുകൊണ്ട് പട്ടിണി കിടന്ന ദിനരാത്രങ്ങള്. തങ്ങളോടുള്ള ആ മഹബ്ബത്ത് കാരണത്താൽ എന്റെ ഹൃദയത്തിന് വല്ലാത്തൊരു ഇളക്കം സംഭവിക്കുകയാണ്. അല്ലാഹുവേ, മഹാനായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന് ഹുബ്ബ് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ പരിശുദ്ധമായ പൂമുഖം കാണാൻ, ആ പരിശുദ്ധമായ മേനിയെ ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായിരിക്കുന്ന അഹ്മദുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ കിതാബുൽ ഇബ്രീസ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് മഹാനവറുകൾക്ക്. കിതാബുൽ ഇബ്രീസ് ശബ്ദം ഒന്ന് കുറച്ചാൽ നമുക്ക് വയല് പറയാൻ റാഹത്തുണ്ടാവും, അത് കേൾക്കാൻ റാഹത്തുണ്ടാവും. ആ കുട്ടികളെ രക്ഷിതാക്കളും നിയന്ത്രിക്കണം. ശബ്ദം വല്ലാതെ ഇങ്ങോട്ടും കേൾക്കുന്നുണ്ട്. വയല് പറയാൻ നമുക്ക് റാഹത്തുണ്ടാകണമെങ്കിൽ സദസ്സും നല്ല മട്ടത്തിനാണ്. കിതാബുൽ ഇബ്രീസ് എന്ന് പറയുന്ന ഇബ്ലീസ് അല്ല, കിതാബുൽ ഇബ്രീസ്. ഇബ്രീസ് ബാവിന്റെ ശറാണ്, ലാമല്ല. കിതാബുൽ ഇബ്രീസ് എന്ന കിതാബിൽ മഹാനായ അഹ്മദുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ടവർ തന്റെ ശൈഖായ ഗൗസുൽ സമാൻ സയ്യിദ് അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ശൈഖായ അബ്ദുൽ അസീസ് എന്നവർ തന്റെ ആത്മീയ ലോകത്തേക്ക് കടക്കുന്ന സമയത്ത് ഒരിക്കൽ മഹാനവറുകൾ സയ്യിദുന ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായിരിക്കുന്ന ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട ഗൗസുൽ സമാൻ സയ്യിദ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ തസവ്വുഫിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്ന ആദ്യഘട്ടത്തിൽ സ്വപ്നം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മഹാനായിരിക്കുന്ന സയ്യിദുന ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ നിങ്ങൾ കൊണ്ട് നടക്കണേ. ആ ദുആ നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മഹാനായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ, മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏതാണ് ആ ദുആ എന്നല്ലേ? اللهم يا رب بجاه سيدنا محمد بن عبد الله صلى الله عليه وسلم اجمع بيني وبين سيدنا محمد بن عبد الله صلى الله عليه وسلم في الدنيا قبل الآخرة. ഈ ദുആ ഉണ്ടല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ 7000 തവണ ചൊല്ലിയാൽ തസവ്വുഫിന്റെ സംസാരമാണ് സംസാരിക്കുന്നത്. ഈ ദുആ എങ്ങാനും 7000 തവണ ഒരു ദിവസം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അഹ്മദുൽ മുബാറക്കിനോട് ശൈഖായ ഗൗസുൽ സമാൻ അബ്ദുൽ അസീസ് എന്നവരോട് റളിയല്ലാഹു അൻഹു നിങ്ങളിത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ടവരെ, ഈ ദുആ കേട്ടതിന്റെ ശേഷം നിത്യമായി ചൊല്ലി ഒരട്ടല്ല, 7 10 700 7000 വട്ടം ചൊല്ലിയെന്ന് മാത്രമല്ല, മഹാനവറുകളെ കുറിച്ച് പറയുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു,
എന്റെ ശൈഖായ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങള് തന്റെ ജീവിതത്തിൽ വെറുതായി കൊണ്ട് നടന്നതിന് ശേഷം മഹാനായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി മനുഷ്യന്മാരെ സ്വലാത്ത് പോലെ മഹാനായ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല തവണയതാ സ്വപ്നത്തിൽ കാണുകയാണ്. യഅലമു ഉമ്മത മുഹമ്മദിൽ മുസ്തഫ യഅലമു ഉമ്മത മുഹമ്മദിൽ മുസ്തഫ അല്ലാഹുവേ മഹാനായ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖലത്തുൽ മനാബിലുമായി കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരൊക്കെ നബി തങ്ങളെ കണ്ടത് ഒരുപാട് പണിയെടുത്തതിന്റെ ശേഷമാണ് നബി തങ്ങളെ കണ്ടത്. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ അധ്വാനിച്ചതിന്റെ ശേഷമാണ് ഈ മഹാന്മാര് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്. മഹാനായിരിക്കുന്ന അബൂ ത്വാഹിർ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ഞാൻ ഒരിക്കൽ അബുൽ ഹസൻ ഇബ്നു സമഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വഅദിന്റെ സദസ്സിൽ പങ്കെടുത്തു. അബുൽ ഹസൻ ഇബ്നു സമഊൻ എന്ന് പറയുന്നവര് ആ കാലഘട്ടത്തിലെ വലിയൊരു പ്രഭാഷകനായിരുന്നു. സാധാരണ വഅദാനല്ല, നല്ല പ്രഭാഷകൻ. അതിലേക്കാളുപരി ഒരു മഹാനായ അല്ലാഹുവിന്റെ സൂഫിയാക്കൽപ്പെട്ട മഹാൻ കൂടിയായി അബുൽ ഹസൻ സമഊനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ വഅദിന്റെ സദസ്സിന് പങ്കെടുക്കുമ്പോൾ ആ വഅദ് നടക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ടവരുടെ കസാരയുടെ ഒരു അടുത്ത് ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹിൽ ഫിറാസി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ പറയുന്നത് ചോദിച്ചാൽ, ഒരു മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുന്നത് ഉണർവിലുള്ള മറ്റൊരാൾ കാണുന്നു. ഉസ്താദ് നബി തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു, ആ കാണുന്നത് ഞാൻ ഉണർവിൽ കാണുന്നു. രണ്ടാളൂലിയാക്കന്മാരല്ല, നബി തങ്ങളെ കാണുന്ന സ്വപ്നത്തിൽ, ആ കാണുന്നത് ഉണർന്നിരിക്കുന്ന ആള് കാണുന്നു. ഇതാണ് സംഭവം. മഹാനായിരിക്കുന്ന അബൂ ത്വാഹിർ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സമഊനി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വലിയ വാഇളല്ലേ, വലിയാണ്, ആരിഫാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രമുഖനായ മഹത്വമുള്ള മഹാദറജയിൽ വിരാജിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഒരു വഅദ് അങ്ങനെ പറയുമ്പോൾ ആ വഅദ് പറയുന്ന കസാരയുടെ ഭാഗത്ത് മഹാനായ അബുൽ ഫത്ഹിൽ ഫിറാസി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. വഅദ് ഇങ്ങനെ തുടങ്ങി കുറച്ചിങ്ങനെ പോയപ്പോൾ അബുൽ ഫത്ഹിൽ ഫിറാസി തങ്ങൾ മെല്ലെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഉറങ്ങി. അബുൽ ഫത്ഹിൽ ഫിറാസി തങ്ങൾ ഉറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സമഊനി തങ്ങൾ വഅദ് നിർത്തി. അങ്ങോട്ട് കുറെ നേരം കാത്തുന്നു. സദസ്യർക്ക് മനസ്സിലാകണില്ല, കാരണം ബാക്കിയുള്ളവരും ഉറങ്ങണില്ല. അബുൽ ഫത്ഹ് എന്നവർ കടന്നുറങ്ങി. ഉറങ്ങുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ എന്നവര് വഅദ് നിർത്തി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ നിന്ന് നീച്ചു. എണീറ്റ് കഴിഞ്ഞപ്പോൾ മഹാനായ അബുൽ ഹസൻ എന്നവർ ചോദിക്കുകയാണ്. അബുൽ ഹസൻ എന്നവർ ചോദിക്കുന്നു, റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നൗമിക, റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നൗമിക. അബുൽ ഫത്ഹ് എന്നവരെ ഉറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടുവല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ ദർശിച്ചുവല്ലേ? ആ സമയത്തെ മറുപടി പറയുന്നു, അബുൽ ഹസൻ എന്നവരെ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട സന്ദർഭത്തിൽ ഞാൻ വഅദെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ വഅദെങ്ങാനും തുടർന്നു കഴിഞ്ഞാൽ എന്റെ ശബ്ദം കാരണത്താൽ നിങ്ങൾ എണീക്കുമ്പോൾ നബി തങ്ങളോടുള്ള സംസാരം മുറിഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. യഅലമു ഉമ്മത മുഹമ്മദിൽ മുസ്തഫ, നിങ്ങൾ നബി തങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വഅദെങ്ങാനും തുടർന്നു കഴിഞ്ഞാൽ എന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഉറക്കിൽ നിന്ന് അഥവാ എണീറ്റ് കഴിയുമ്പോ പാതി വഴിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആ സംസാരം മുറിഞ്ഞു പോകുമോ
വിളിച്ചത്. ഇതിനെക്കുറിച്ച് മഹാനായിരിക്കുന്ന ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹ് എന്നവർ കണ്ട സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നത്തിലൂടെ കണ്ട കാര്യമേതാ ഉണർവിലൂടെ വ്യക്തമാക്കിയ അബുൽ ഹസൻ എന്നവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ടവരാണെന്നതിന്റെ അടയാളമാണ് ഈ സ്വപ്നം ഉണർവിലൂടെ കണ്ടത്. യൗലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ, യൗലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ പരിശുദ്ധമായ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി തങ്ങളെ സ്വപ്നം കണ്ട് എത്രയെത്ര നല്ല നല്ല മനുഷ്യന്മാര്, സ്വഹാബാക്കളാണോ അല്ല, നാടന്മാരായ എത്രയെത്ര മനുഷ്യന്മാര് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടവര് ഒരുപക്ഷേ സദസ്സിൽ തന്നെ ഉണ്ടായിരിക്കാം. എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചവര്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു വാർത്ത കണ്ടില്ലേ, 22 വയസ്സ് മാത്രമുള്ള പൊന്നുമോള് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരുന്നു. ആ സഹോദരി എല്ലാ സമയത്തും ആ സഹോദരിയുടെ ഉമ്മ പറയുകയാണ്, ഏത് സമയത്തും സ്വലാത്ത് മാത്രം ചൊല്ലുന്ന പൊന്നുമോളാ, എല്ലാ ദിവസവും യാസീനും മറ്റുള്ള അദ്കാറുകൾ തിലാവത്തുകൾ ചെയ്തിട്ട് നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എപ്പോഴും സ്വലാത്തുകളും ദായിമായി കൊണ്ടു നടക്കുന്ന പൊന്നുമോള് പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിച്ചു. മദീന മുനവ്വറയിൽ സിയാറത്ത് ചെയ്ത് ഒരു വെള്ളിയാഴ്ച രാവ് അവിടെ വെച്ച് മരണപ്പെട്ടു. അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടു. സത്യമായ കാര്യങ്ങളല്ലേ ഇത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് കഴിഞ്ഞാൽ ഹബീബ് ഇങ്ങോട്ട് വരുന്നതാണ്. യൗലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ. പരിശുദ്ധമായ മദീന പള്ളിയിൽ ചർച്ച നടക്കുകയാണ്. എന്താ ചർച്ച എന്നറിയോ? ജനങ്ങളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ എന്തൊരു മാർഗമാണ് നമ്മൾ നടത്തുക. ഇന്നിപ്പോ 2 ഭാഗങ്ങൾ നമ്മൾ കേട്ടു. ഇതിനൊരു ചരിത്രമുണ്ട്. മഹാനായ ഇമാം മഖ്ദൂം തങ്ങൾ തന്റെ ഫത്ഹുൽ മുഈനിൽ ഫസ്ലുൻ ഫിൽ അദാനി വൽ ഇഖാമത്തി എന്ന് പറയുന്ന അധ്യായത്തിൽ ചെറിയ രൂപത്തിലും ഇആനത്തു ത്വാലിബിൽ വിശദമായി പറഞ്ഞ കാര്യമാണ്. തങ്ങളെ പോലത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചെന്ന കാര്യമാണ് ഈ പറയുന്നത്. പരിശുദ്ധമായ മദീന പള്ളിയിൽ ചർച്ച നടക്കുകയാണ്. ജനങ്ങളെ നിസ്കാരത്തിലേക്ക് വേണ്ടി ക്ഷണിക്കാൻ എന്തൊരു മാർഗമാണ് സ്വീകരിക്കുക? ആ ചർച്ചക്ക് ഫലം കണ്ടില്ല. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. അന്ന് കിടന്നുറങ്ങുമ്പോ പലരും ഒരു സ്വപ്നം കാണുകയാ. സ്വപ്നം കണ്ട കൂട്ടത്തിലുണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതായത് ജനങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ നമ്മൾ എന്ത് പണിയെടുക്കുക, അതാണ് വിഷയം. അങ്ങനെ ചർച്ചക്കൊരു വലിയ ഒരു ഉത്തരം കിട്ടാതെ എല്ലാവരും വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ പല സ്വഹാബത്തും ഒരു സ്വപ്നം കാണുകയാണ്. എല്ലാവരും ഒരു സ്വപ്നം. എന്താണ് ആ സ്വപ്നമെന്നല്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനതാ ഒരു നഗാരം കൊണ്ടിങ്ങനെ നടക്കുകയാണ്. നഗാരം പറഞ്ഞ പഴമക്കാർക്കൊക്കെ തിരിയും, കുട്ടികളായ നമുക്കൊരു പക്ഷെ തിരിയില്ല. നഗാരം അടിച്ചുന്ന സാധനം. പഴയ കാലത്തൊക്കെ ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേൾക്കാത്തപ്പം പള്ളിക്കൊന്നും മുക്കിലങ്ങ് അടിക്കുമ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ നഗാരം കൊണ്ടങ്ങ് നടന്നു പോവുകയാണ്. അപ്പൊ ചോദിക്കുന്നു, ഇത് നിങ്ങളെ വിൽക്കുന്നുണ്ടോ? ഇത് നിങ്ങളെ വിൽക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ചോദ്യം? ഞങ്ങൾ മുസ്ലിമീങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് അതിന്റെ സമയമാകുമ്പോ ഇതിലിങ്ങനെ കൊട്ടിയാൽ മതി, ജനങ്ങൾക്ക് മനസ്സിലാകും ഇനി നിസ്കാരത്തിനുള്ള സമയമായിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇത് എനിക്കൊന്ന് വിൽക്കുമോ എന്ന് സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്. ആ സമയത്ത് മറുപടി പറയുന്നു, അബലാ അദുല്ലുക ഖൈറൻ മിൻ ഹാദിഹി, ഇതിനേക്കാളും ഖൈറായ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എന്താ സംഭവം എന്നല്ലേ? നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ ബാങ്കിന്റെ എല്ലാ കലിമത്തുകളും വാക്യങ്ങളും അതാ കേൾപ്പിക്കുകയാണ്. നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ വാക്യങ്ങൾ ഉച്ചരിക്കുക.
വഇദാ ഖുംത ലിസ്സലാത്ത് നിസ്കാരത്തിന് വേണ്ടി എണീക്കുമ്പോൾ നിങ്ങൾ ഇന്നത് ചൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ഇഖാമത്തും കേൾപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളടക്കം വലിയ സ്വഹാബത്തെ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം അതാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു യാ റസൂലല്ലാഹ്. അത് പറയേണ്ട താമസമാണ്. ആ സദസ്സിൽ നിന്ന് ഓരോ സ്വഹാബികളും എഴുന്നേൽക്കാൻ തുടങ്ങി. നബിയേ, ഞാനും ആ സ്വപ്നം കണ്ടു, ഞാനും ആ സ്വപ്നം കണ്ടു, ഞാനും കണ്ടു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആ റുയത്ത് എന്ന് പറഞ്ഞാൽ അത് സത്യമായ സ്വപ്നമാണ്, അത് സത്യമായ സ്വപ്നമാണ്. ഇനി നമുക്ക് വേണ്ടത് മുഅദ്ദിനെയാണ്. ബാങ്ക് വിളിക്കാൻ ഒരു മൊല്ലാക്കാനെ വേണം. ഇവിടെ മൊല്ലാക്കാനെ പറഞ്ഞില്ലേ? ഓരോ നാട്ടിലും അതേ പേരൊക്കെ. ഒരു മുഅദ്ദിന്, മുഅദ്ദിൻ എന്നാ പറയാ. അറബി പിന്നെ എല്ലായിടത്തും ഒരേ മാർക്കൊക്കെ വെച്ചിരിക്കും. ഓരോ നാട്ടിൽ ഓരോ ഭാഷ ഉണ്ടാവും. ഇവിടുത്തെ ഭാഷ എന്തൊക്കെ? മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആൾ. ചർച്ച വന്നു, ആരാണ് മുഅദ്ദിനാക്കുക? പല പേരുകളും വന്നു. പക്ഷേ അവസാനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹുവ ബിലാൽ, ബാങ്ക് കൊടുക്കേണ്ടത് ബിലാലാണെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. മുഅദ്ദിനാണോ അതല്ല പള്ളിയിലെ ഇമാമിനാണോ പവറുള്ളത് എന്ന് മഹാന്മാരായ ഫുഖഹാ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൻസുർ റാഗിബീനിന്റെ ഹാഷിയയായ ബഹുമാനപ്പെട്ട ഖല്ലൂബിലും അതുപോലെ അമീറയിലും ആ വിഷയം വിശദമായി പറഞ്ഞില്ലയോ? അതുപോലെ തന്നെ കൻസുർ റാഗിബിൽ സാനിയുടെ അഭിപ്രായം വെച്ച് മഹാന്മാർ പറഞ്ഞുവല്ലോ, മുഅദ്ദിന്റെ സ്ഥാനമാണ് ഏറ്റവും ഉയർന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചു. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ മുഅദ്ദിനാണൊന്നും സ്ഥാനമില്ലാത്തത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖഹാ അവിടെ ഒരുപാട് മസാലകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പറയുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാലിന്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത രാഗത്തിന്റെ ഈണമുള്ള ഉടമസ്ഥനാണ് ബിലാൽ ഇബ്നു റബാഹ്. ഐന ബിലാൽ, പരിശുദ്ധമായ മിഹ്റാബിൽ വെച്ച് ബാങ്ക് കൊടുക്കേണ്ടത് ബിലാൽ. ലോകം ഒരുപോലെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുമ്പോൾ, ഇഷ്ക് പറയുമ്പോൾ ബിലാൽ തങ്ങൾ അധ്യായം പറയാതെ തീരൂല. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഈ ചരിത്രം എത്ര തവണ എന്റെ പള്ളിയിൽ വെച്ചുമല്ലാതെ സദസ്സുകളിൽ വെച്ച് പറഞ്ഞു എന്നത് എനിക്ക് കൃത്യമായി പറയാൻ കഴിയൂല. അത്രത്തോളം പറഞ്ഞു വെച്ചു. ഇഷ്കു റസൂലില്ലാഹി ബിബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ബിലാൽ തങ്ങൾ ഉമയ്യത്തിന്റെ ചാട്ടവാറിന്റെ അടിമയായി ജീവിച്ചവരായിരുന്നു. അടുക്കളയിൽ എച്ചിൽ കഴുകേണ്ടി ജീവിച്ച ബിലാൽ നബി തങ്ങൾ അതാ ഉമയ്യത്തിനരികിലേക്ക് ഒരു കത്തയക്കുകയാണ്. ഉമയ്യ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, റസൂലാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയണം ഉമയ്യ. ആ സമയത്താണ് ഉമയ്യത്ത് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾക്ക് ചാട്ടവാർ കൊടുത്തുകൊണ്ട് ആ വന്ന സ്വഹാബിയെ അടിക്കാൻ വേണ്ടി ആജ്ഞാപിക്കുന്നത്. ആ സമയത്ത് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ആ ചാട്ടവാർ മുറ്റത്തേക്ക് വലിച്ചെറിയുന്നു. ഉമയ്യത്തിന് ദേഷ്യം വന്നു. എന്റെ വീട്ടിൽ എച്ചിൽ കഴിയുന്ന ബിലാലിന്റെ മനം പോലും ആ മുഹമ്മദ് കവർന്നെടുത്തോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചരിത്രം എല്ലാവർക്കും അറിയാം. അടികൊണ്ടു, വളരെ വിഷമിച്ചു, മരുഭൂമിയുടെ പഠിച്ചു കൊണ്ടുപോയി. താരീഖിന്റെ പുസ്തകങ്ങളും മദ്രസകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ മോചനദ്രവ്യം കൊടുത്തുകൊണ്ട് സ്വതന്ത്രനാക്കി കൊണ്ടുവന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ബിലാൽ തങ്ങൾ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാറാണ് പതിവ്. കാരണം ഞാനൊരു അടിമയാണ്,
ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് ബാങ്ക് കൊടുക്കാൻ പറയുന്നു. ബിലാൽ തങ്ങളെ ബാങ്ക് കേട്ടാൽ പിന്നെ മകത്തളം മുഴുവൻ നിസ്കാരത്തിന് വേണ്ടി സ്വഹാബത്ത് ഒരുങ്ങി തയ്യാറായി വരുന്നതാണ് പതിവ്. അങ്ങനെ എല്ലാ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. നബി തങ്ങൾ സ്വഹാബത്തും ഹിജ്റ ചെയ്ത് പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മക്ക ഫത്ഹാവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. നബിയേ അഫ്വാജാ ഫൗജൻ ഫൗജാ, സംഘം സംഘമായി ദീനിലേക്ക് ജനങ്ങൾ വരുന്നത് കാണാം നബിയേ. ആരാ ദീനിലേക്ക് വന്ന കെങ്കേമന്മാര്? മഹാനായിരിക്കുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു, വില്ലാളി വീരന്മാർ, മല്ലന്മാര്, മക്ക കാണാത്ത വില്ലാളി വീരന്മാരല്ലേ അവരൊക്കെ. മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹു തആല തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ശവ്വാൽ 12 നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഉഹദിന്റെ ദിനമാണല്ലോ. മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഖാലിദ് ഇബ്നു വലീദാണ്. ഉമ്മത്ത് മുഹമ്മദുൽ മുസ്തഫ. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ ഹിക്മത്താണ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഉഹദ് യുദ്ധം പോകാനുള്ള കാരണം. ആ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം മക്കയുടെ ഏറ്റവും വലിയ സൗന്ദര്യം, മക്കയെന്ന് വേണ്ട ലോകത്തിന്റെ സൗന്ദര്യമായ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ കതകിന്റെ മുമ്പിലുള്ള വലിയ ബിംബത്തെ തച്ചുടച്ചവരാണ് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ നേതൃത്വത്തിൽ ആ സ്വഹാബത്ത് കഅബാലയത്തിന്റെ ഉള്ളിലെ സകല ബിംബങ്ങളെയും തരിപ്പണമാക്കി, എല്ലാത്തിനും അടിച്ചു പൊട്ടിച്ചു. പിന്നീട് പരിശുദ്ധമായ ദീനിലെ സൈഫുള്ളയായി മാറി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല. അങ്ങനത്തെ ലോകത്തിൽ ഒരുപോലെ എല്ലാവരും ഒരുപോലെ തലകുലുക്കി സമ്മതിച്ച ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ നേതാക്കന്മാർ ചില തീരുമാനങ്ങൾ പറയുമ്പോൾ അത് അതുപോലെ സ്വീകരിക്കണമെന്നതിന്റെ ഉദാത്തമായ മാതൃകയാണ് ഹുദൈബിയ സന്ധി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പോലും ചോദിച്ചില്ലേ, എന്താ അവർക്ക് ഇങ്ങനെ ഓലി പറഞ്ഞത് കേൾക്കുന്നത്? ആരാ അലി തങ്ങൾ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അത്രത്തോളം ഹിക്മത്തുള്ള ഒരു സ്വഹാബി ഉണ്ടോ എന്ന് അറിയൂല. അത്ര വലിയ ആലിം. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഞാനാണ് ഇൽമെന്ന പട്ടണം, അതിലേക്ക് കടക്കാനുള്ള കതകി എന്റെ പുതിയാപ്പളയായ അലിയാണെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി. لخمسة أطفي بها حر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. لخمسة أطفي بها حر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. لخمسة أطفي بها حر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. سبحان الله. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, മക്കം ഫത്ഹായ ഘട്ടത്തിൽ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ബാങ്ക് വിളിക്കണമല്ലോ. ആ സമയത്ത് നബി തങ്ങൾ അന്വേഷിക്കുന്നത് ഐന ബിലാൽ, എവിടെ ബിലാലെ? ഇങ്ങോട്ട് വാ ബിലാലെ, ബാങ്ക് കൊടുക്കൂ ബിലാൽ. എന്തൊരു അംഗീകാരമാണത്, ഭയങ്കര അംഗീകാരല്ലേ? ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുത്തു. ആനന്ദത്തോടുകൂടി അഭിമാനത്തോടുകൂടി ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ ബാങ്ക് നിശ്ചലമായത് മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷമുള്ള ആദ്യത്തെ വഖ്ത്
വഖത്തിൽ ബാങ്ക് കൊടുത്തില്ല ബിലാൽ തങ്ങൾ നബി തങ്ങൾ വഫാത്തായ വാർത്ത അറിഞ്ഞപ്പോൾ മദീന പള്ളിയുടെ മൂലയിൽ പോയി ഒരു കൊച്ചു പൈതൽ കരയുന്നത് പോലെ കരഞ്ഞു പോയി. ബിലാൽ ബാങ്ക് കൊടുക്കാൻ സമയമായല്ല ബിലാൽ, ബാങ്ക് കൊടുക്കൂ ബിലാലെ എന്ന് പറയുമ്പോൾ മഹാനായ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുന്നില്ല. എനിക്ക് സാധ്യമല്ല, ഞാൻ ബാങ്ക് കൊടുക്കൂല. ഞാൻ ഇതുവരെ ബാങ്ക് കൊടുത്തപ്പോ എന്റെ ബാങ്ക് ശ്രമിച്ചിരുന്ന മഹാനായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാന്നിധ്യത്തിൽ അഭാവത്തിൽ എനിക്ക് ബാങ്ക് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുക്കാതെ വല്ലാത്ത വിഷമത്തിൽ കരയുമ്പോ ബിലാൽ തങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി നബി തങ്ങളില്ലാത്ത പരിശുദ്ധമായ മദീനയിൽ ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ബിലാൽ തങ്ങൾ അങ്ങകലെ ശാമിലേക്ക് യാത്ര പോവുകയാണ്. എന്നേക്കും മദീനയോട് വിട പറയുന്നു നബിയേ, അങ്ങില്ലാത്ത മദീന എന്ന് പറഞ്ഞാൽ വിജനമാണെന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ തങ്ങൾ അങ്ങകലെ ശാമിലേക്ക് യാത്ര പോവുകയാണ്. ആരാരും കാണാതെ ഒട്ടകക്കെട്ടിൽ ഒരുക്കിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ മദീന മുഴുവൻ കിടന്നുറങ്ങുമ്പോ മഹാനായ ബിലാൽ തങ്ങളതാ യാത്ര പുറപ്പെടുകയാ. സുബ്ഹിന്റെ സമയമായപ്പോ ബിലാൽ തങ്ങൾ മദീന വിട്ടിട്ടുണ്ട്. ശാമിലതാ ബിലാൽ തങ്ങളെത്തി. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പതിവ് പോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ബിലാൽ തങ്ങൾ കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, സ്വപ്നത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ തങ്ങൾ കാണുകയാണ്. എല്ലാ ദിവസവും കിടന്നിറങ്ങാറുള്ളത് പോലെ അന്നും കിടന്നുറങ്ങി. അന്ന് രാത്രി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുമ്പോൾ സാധാരണ കാണുന്നത് പോലെയുള്ള കാഴ്ചയില്ല കണ്ടത്. നബി തങ്ങൾ മുഖമാകെ വിവർണമായിട്ടുണ്ട്. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ബിലാൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ ബിലാൽ തങ്ങൾക്ക് സന്തോഷമല്ല വന്നത്. കാരണം ആ പരിശുദ്ധമായ പൂമേനി ആ മുഖമാകെ വിവർണമായിട്ടുണ്ട്. സങ്കടത്തോടുകൂടി നബി തങ്ങൾ ചോദിക്കുന്നു, ബിലാൽ എന്നെ കാണാൻ പൂതിയില്ലേ ബിലാലേ? എന്നോട് പിണക്കമായോ ബിലാലേ? എന്റെ പരിശുദ്ധമായ ആ ഹദറത്തിൽ നിങ്ങൾ വന്നിട്ട് എത്ര കാലമായി ബിലാൽ? സങ്കടമായി പോയി ബിലാൽ തങ്ങൾക്ക്. എന്റെ ഹബീബ് എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പരിശുദ്ധമായ ഹുദൂരിയത്ത് കൊണ്ട് സാന്നിധ്യം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദീനയും അതുപോലെ ആ പരിശുദ്ധമായ റൗള ശരീഫ് എനിക്ക് താല്പര്യമില്ല എന്നോ ഹജ്റത്തു ശരീഫിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച എന്നോട് എന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഒന്നും ആലോചിക്കാതെ ബിലാൽ തങ്ങളതാ അന്ന് രാത്രി തന്നെ യാത്ര പുറപ്പെടുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുശറഫത്തായ ഹദ്റത്തിലേക്ക് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ചോദിക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ലേ ബിലാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ ഹുബ്ബ് വെച്ച് കഴിഞ്ഞാൽ നബി തങ്ങൾ ചെയ്യുന്നതാണ് അങ്ങോട്ട് പോയി സ്വീകരിക്കുക എന്നത്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല തങ്ങളുടെ ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. നബി തങ്ങൾ അങ്ങോട്ട് ഹുബ്ബ് വെച്ചാൽ ഇങ്ങോട്ട് നബി തങ്ങൾ വിളിച്ചു വരുത്തും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലി ആൽ അവ്വൽ السطور بسم الله بدء الخالق لا اله മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല തങ്ങളതാ ആ രാത്രി തന്നെ പരിശുദ്ധമായ മദീന ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്.
അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളതാ ഏകദേശം ഒരു സുബ്ഹിന്റെ സമയമായപ്പോ, ഒരു സഹറിന്റെ സമയമായപ്പോ, അത്താഴത്തിന്റെ സമയമായപ്പോ മദീനയിലേക്ക് വരികയാണ്. ആ പരിശുദ്ധമായ നബി തങ്ങളെ മഖ്ബറയിൽ പോയി ചുംബിക്കുകയാ. കെട്ടിപ്പിടിച്ചുകൊണ്ട് കരണ്ടുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നബിയേ, അങ്ങില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയതെന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് മാപ്പപേക്ഷ നടത്തുകയാണ്. സുബ്ഹിന്റെ സമയമായപ്പോ മദീനക്കാര് മുഴുവൻ ഉറക്കത്തിൽ തന്നെയാണ്. ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കോ, എല്ലാവർക്കും മറ്റാഗ്രഹമേ ഉള്ളൂ, ഒന്ന് നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാൽ? എത്ര കാലമായി അങ്ങയുടെ ബാങ്ക് ഒന്ന് കേട്ടിട്ട്, ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാൽ? ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, അതിന് മാത്രം എന്നോട് പറയരുത്, ഞാൻ എന്തും ചെയ്യാം, പക്ഷേ ഇനി എന്നോട് ബാങ്ക് കൊടുക്കാൻ പറയരുത്. ഞാൻ അവസാനമായി ബാങ്ക് കൊടുത്തപ്പോ എന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിലാ ബാങ്ക് കൊടുത്തത്. റസൂലുള്ളാഹി ഇല്ലാത്ത ഈ മദീന പള്ളിയിൽ ഇനി ഞാൻ ബാങ്ക് കൊടുക്കില്ല. ചോദിച്ചപ്പോൾ അവസാനം ബിലാൽ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബാങ്കിന്റെ ശബ്ദത്തെക്കുറിച്ച് മഹാന്മാരായ താരീഖിന്റെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മദീന മുഴുവനും കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ബിലാൽ തങ്ങളുടെ ബാങ്ക് കേട്ടപ്പോ വീട്ടിന്റെ ഉള്ളിലേക്ക് ആ ശബ്ദം തറച്ചു കയറിയെന്ന താരീഖിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് കേട്ടപ്പോ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ചോദിച്ചു പോയി, അബുഇസ റസൂലുള്ളാഹ്, അബുഇസ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വന്നോ? ബിലാലിന്റെ ബാങ്കാണല്ലോ കേൾക്കുന്നത്. അബുഇസ റസൂലുള്ളാഹ്. ഞങ്ങൾ അറിയാതെ ഓടിപ്പോയി നോക്കി, അല്ലാഹുവിന്റെ ഹബീബ് എങ്ങാനും രണ്ടാമത് ഞങ്ങളിലേക്ക് വന്നോ? ബിലാൽ തങ്ങളുടെ ബാങ്ക് കേട്ടപ്പോ മദീനക്കാര് പറയുകയാണ്, കരയാത്ത കണ്ണുകളില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇജാസത്തോടുകൂടി ഇസ്ലാമിൽ ആദ്യത്തെ മുഅദ്ദിനായ ബിലാൽ, ആ ബിലാൽ തങ്ങളുടെ ശബ്ദം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേട്ടപ്പോൾ ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോയി, അബുഇസ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും വന്നോ, വീണ്ടും വന്നോ എന്ന് ഞങ്ങൾ ചോദിച്ചു പോയി. മദീനയിലേക്ക് ജനങ്ങൾ, മദീന പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് ജനങ്ങൾ ഓടിക്കൂടി ബിലാൽ തങ്ങളെ കാണാൻ വേണ്ടി. ബിലാൽ തങ്ങൾ ബാങ്ക് തുറന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാംക്ഷയോടുകൂടി ജനങ്ങൾ ഇജാബത്ത് നൽകുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പേര് പറയേണ്ട താമസം മഹാനവറുകൾ വറമഗ്ശിയൻ അലൈഹി ബോധരഹിതനായി വീഴുന്നു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ബാങ്ക് മുഴുവനാക്കാൻ സാധിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് പറയേണ്ട താമസം ബിലാൽ തങ്ങൾ ബോധരഹിതനായി താഴേക്ക് വീണുപോയി. ഇതാണ് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ബിലാൽ തങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ സംഗമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഹ്മദുല്ലാഹ മുസല്ലി മുസല്ലിമൻ അലാ അഹ്മദി വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ലാ ഇലാഹ.
അല്ലാഹുവേ മഹാന്റെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി തങ്ങൾക്കും ശേഷം 100-200 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച മഹാന്മാർ റസൂലുള്ളാഹിനെ കണ്ടവരുണ്ട്. എത്രത്തോളം നബി തങ്ങളുടെ വഫാത്തിന്റെയും 100 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിട്ടും തന്റെ കരങ്ങളെ കൊണ്ട് പിടിച്ചൊരു കരമുണ്ടെങ്കിൽ അത് എന്റെ ഹബീബിന്റെ കൈ മാത്രമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാണ് നിങ്ങൾക്ക്? തന്റെ കൈ കൊണ്ട് ഒരു കയ്യിനാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെ കൈ മാത്രമേ ഉള്ളൂ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ മാത്രമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുണ്ട്. വെറുതെ പറയല്ല. മഹാനായിരിക്കുന്ന താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ലതായിഫുൽ മിനൻ എന്ന് പറയുന്ന കിതാബുണ്ട്. ലതായിഫുൽ മിനൻ എന്നാണ് ആ കിതാബിന്റെ പേര്. അതിന്റെ മുസന്നിഫായ മഹാനായ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലാവില്ലേ? മഹാനായ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു തആല തങ്ങൾ തന്റെ ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു തആല അൻഹു. ആദ്യം ആരാണ് അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു തങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. മഹാനായ അബ്ദുൽ ഗഫാർ ഇബ്നു നൂഹ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫാർ ഇബ്നു നൂഹ് റളിയല്ലാഹു തആല തങ്ങൾ തന്റെ അൽ വഹീദ് എന്ന കിതാബിൽ പറയുന്നത് കാണാം. ഞാൻ കിതാബിന്റെ പേര് സഹിതം പറയാനുള്ള കാരണം നമുക്കൊക്കെ ഏതെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ്. മഹാനായ അബ്ദുൽ ഗഫാർ ഇബ്നു നൂഹ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, തന്റെ കിതാബുൽ വഹീദിൽ പറയുന്നത് കാണാം, അബുൽ അബ്ബാസ് അൽ മർസി എന്നവര് ഇദാ സല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടെങ്ങാനും സലാം പറഞ്ഞാൽ റദ്ദ അലൈഹി സലാം, എപ്പം നബി തങ്ങളോട് സലാം പറഞ്ഞാലും ഉടനടി നബി തങ്ങൾ സലാം മടക്കുന്നവരാണ്. വയുജാവിബുഹു ഇദാ തഹദ്ദസ മഅഹു, നബി തങ്ങളോട് മുനാജാത്ത് നടത്താൻ പോലും കഴിവുള്ള മഹാനാണ് അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോട് പോയി മുനാജാത്ത് നടത്താൻ കഴിവുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മർസി എന്നവര്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ടവര് കണ്ട ചരിത്രം എങ്ങനെയാ മഹാന്മാര് പറയുന്നത് എന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോ പോയാലും ഒന്ന് സംസാരിച്ചാൽ നബി തങ്ങൾ മറുപടി ഇങ്ങോട്ട് പറയും. എപ്പോ നബി തങ്ങൾ അരികിലേക്ക് പോയാലും സംസാരിക്കാൻ കഴിവുള്ള മഹാൻ. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ വഫാത്തായി പോയ ഒരു ഖബറിൽ പോയി അവരോട് മുനാജാത്ത് നടത്താൻ കഴിവുണ്ടാവുക എന്ന്, അതും റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബുൽ അബ്ബാസ് അൽ മർസി എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടൻ ജവാബ് ലഭിക്കുന്നു. ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്, ലതായിഫുൽ മിനനിലൂടെ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, എന്താ ബഹുമാനപ്പെട്ടത് പറയുന്നത്, ഒരാൾ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മർസി എന്നവർ അരികിലേക്ക് വരികയാണ്. വലിയ മഹാനാണ് അബുൽ അബ്ബാസ് അൽ മർസി എന്നവര്. ആ മഹാന്റെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, യാ സയ്യിദി صافحني بكفك هذه صافحني بكفك هذه, നിങ്ങളുടെ പരിശുദ്ധമായ കരം കൊണ്ട് എന്റെ കൈയൊന്ന് മുസാഫഹത്ത് ചെയ്യുമോ? തബറുക്കിന്റെ രീതിയാണത്. നിങ്ങളുടെ പരിശുദ്ധമായ ആ കൈ കൊണ്ട് എന്റെ കൈയൊന്ന് പിടിക്കുമോ? فإنك لقيت رجالا وبلادا فإنك لقيت رجالا وبلادا. മുസാഫത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഒരുപാട് മഹാന്മാരെ കണ്ടവരല്ലേ, മാത്രമല്ല ഒരുപാട് മസാറുകളിൽ പോയി സിയാറത്ത് ചെയ്തവരല്ലേ, ഒരുപാട് ഔലിയാക്കന്മാരുമായി സമ്പർക്കം പുലർത്തിയവരല്ലേ. നിങ്ങളുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും മുബാറക്കായ അവയവങ്ങളാണ്.
ആ പരിശുദ്ധമായ കരം കൊണ്ട് എന്റെ കയ്യെന്ന് പിടിക്കും അബുൽ അബ്ബാസ് എന്നവരെ. ആ സമയത്ത് മഹാനവകൾ പറഞ്ഞ മറുപടി വല്ലാഹി, ഇവരിടേണ്ടത് വല്ലാഹി മാ സഫഹ്തു ബികഫി ഹാദിഹി ഇല്ലാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഏകമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് മുസാഫഹത്ത് ചെയ്തത്. യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ, യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മറ്റന്നാളൊക്കെ അതിന് പോകാനുള്ളതാണ്. ഇവിടുന്ന് ശബ്ദം പോയ ആകെ കൊടുക്കും. യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പരിശുദ്ധമായ കരം കൊണ്ട് ഞാൻ പിടിച്ചൊരു കരമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കരം മാത്രമാണ്. യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ. അച്ഛനീ ശബ്ദഗതി ഉണ്ടായില്ലേ? ما صافحت بكف هذه بكف هذه إلا رسول الله. എന്റെ കൈ കൊണ്ട് ഞാൻ പിടിച്ച ഏക കയ്യ് അത് എന്റെ ഹബീബിന്റെ കരം മാത്രമാ. ഔലിയാക്കന്മാരെ കഥകളാണ് ഞാനേ പറയുന്നത്. ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹിന്റെ കൈ മാത്രം പിടിച്ചിട്ടുള്ളൂ എന്ന് പറയണമെങ്കിൽ ആ കരം എത്രത്തോളം മുശറഫാകണം, ആ എത്രത്തോളം ഫളീലത്തുള്ളതാകണം. അല്ലാഹുവേ, ആ മഹാന്മാര് മഹബ്ബത്ത് വെച്ചതുപോലെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളിപ്പോ നാലോളം മഹാന്മാർ റസൂലുള്ളാഹിനെ കണ്ട കഥകൾ നമ്മൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ശൈഖ് അബുൽ അബ്ബാസ് സിദ്ദീഖി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മീയ ലോകത്തിലേക്കുള്ള പ്രയാണത്തിന് തുടക്കമെന്നോണം ഒരു ശൈഖിനെ തേടി ഇറങ്ങുകയാണ്. ഒരു ശൈഖ് വേണം, എല്ലാവർക്കും ഒരു മുർഷിദ് വേണം. നമ്മളെ നയിക്കാൻ പറ്റുന്ന, യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് നയിക്കുന്ന ത്വരീഖത്തിന്റെ മശായിഖിലേക്ക് നമ്മൾ അടുക്കൽ നിർബന്ധമാണ്. പക്ഷെ അതൊക്കെ തഖ്വയുടെ ഭാഗമാകണം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി. തഖ്വ എന്ന് പറഞ്ഞാൽ അത് മദാറു കുല്ലി സഅദതി, എല്ലാ വിജയത്തിന്റെയും ബേസ് അസ്ൽ എന്ന് പറഞ്ഞാൽ അത് തഖ്വൽ ഇലാഹാണ്. യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ, യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായിരിക്കുന്ന അബുൽ അബ്ബാസ് സിദ്ദീഖി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ആത്മീയ പ്രയാണത്തിന്റെ ആദ്യഘട്ടമെന്നോണം ആ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ അഹ്മദ് ഇബ്നു റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഞാൻ പോവുകയാണ്. അഹ്മദ് ഇബ്നു റിഫാഇ തങ്ങളുടെ അരികിലേക്ക് ഞാൻ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ അരികിലേക്ക് വന്നത് അവിടുത്തെ മുരീദായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വഅദ് കേൾക്കുന്നത് പോലെ കേൾക്കരുത്. ഇത് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുമ്പോ എന്തേലും ഇങ്ങനെ പാടി പറഞ്ഞു പോയാൽ പോരാ, ഉപകാരമുള്ള കാര്യങ്ങൾ ലഭിക്കണമെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. മഹാനായ അഹ്മദ് ഇബ്നു റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയി ബഹുമാനപ്പെട്ട് പറയുന്നു, അങ്ങയുടെ ചാരേക്ക് ഞാൻ വന്നത് അവിടുത്തെ മുരീദായി എന്നെ കബൂലാക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ഇബ്നു റിഫാഇ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, പൊന്നുമോനെ, നിങ്ങളെ ശൈഖ് ഞാനല്ല, നിങ്ങളെ തർബിയത്ത് ചെയ്യേണ്ട ശൈഖ് ഞാനല്ല. ഹിന എന്ന സ്ഥലത്തുള്ള ശൈഖ് അബ്ദുറഹീം റളിയല്ലാഹു തആല അൻഹു ആണ് നിങ്ങളെ ശൈഖ്. അവിടേക്ക് പോയിക്കോളി. ശൈഖ് അബ്ദുറഹീമിന്റെ അരികിലേക്ക് നിങ്ങൾ പോവുക. സുബ്ഹാനല്ലാഹ്. മഹാനായ അബുൽ അബ്ബാസ് സിദ്ദീഖി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, എന്റെ ശൈഖായ അബ്ദുറഹീം റളിയല്ലാഹു അരികിലേക്ക് ഞാൻ ചെന്നു. എന്നെ കണ്ട പാടത്തെ ഞാൻ ചോദിച്ച ചോദ്യം, അറഫ്ത റസൂലല്ലാഹ്, അറഫ്ത റസൂലല്ലാഹ്, നിങ്ങൾ ആത്മീയമായ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ?
ചോദ്യം. അറഫ്ത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കിയോ? എങ്ങനെ? മഅരിഫത്തും ഇൽമും വ്യത്യാസമുണ്ട്. അലിംത റസൂലല്ലാഹ് എന്നല്ല ചോദിച്ചത്, അറഫ്ത റസൂലല്ലാഹ് എന്നാ ചോദിച്ചത്. രണ്ട് വ്യത്യാസമുണ്ട്. അറഫ്ത മഅരിഫത്തും ഇൽമും തമ്മിൽ വ്യത്യാസം എന്താ? ഇൽമു എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുല്ലിയായിട്ട് പൊതുവായിട്ട് മനസ്സിലാക്കുന്നതിന് ഇൽമെന്ന് പറയും. അറഫ്ത എന്ന പ്രയോഗം ജുസ്ഇയ രൂപത്തിൽ ഓരോരോ പാർട്ടായിട്ട് മനസ്സിലാക്കിയോ? അത് ചോദ്യം. അറഫ്ത റസൂലല്ലാഹ്, ഖൽബിന്റെ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടോ? ചോദ്യം. ഞാൻ കണ്ടിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. ആ സമയത്ത് എന്റെ ശൈഖ് പറയുന്നു, റുഹ് ഇലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദസിലേക്ക് പോവുക, അവിടെയുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ അബ്ബാസ് സിദ്ദീഖി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ഞാനതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് മംലൂഅത്തും മിർ റസൂലില്ലാഹ്, ആകാശഭൂമികളും അർശും കുർസിയുമെല്ലാം നിറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. മംലൂഅത്തും മിർ റസൂലില്ലാഹ്, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. അബുൽ അബ്ബാസ് സിദ്ദീഖി റളിയല്ലാഹു തആല തങ്ങളാണ് ഈ പറയുന്നത്. ബൈത്തുൽ മഖ്ദസിലേക്ക് പോയി ഞാൻ നബി തങ്ങളെ കണ്ടു. ഞാൻ എന്റെ ശൈഖായ അബ്ദുറഹീം എന്നവരുടെ അരികിലേക്ക് തിരികെ വന്നു. വീണ്ടും ചോദിച്ചു, അറഫ്ത റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ കണ്ടോ? കണ്ടു. ആ സമയത്ത് ശൈഖ് അവരുടെ മറുപടി പറഞ്ഞു, അൽആന കമുലത് തവീഖതുക, ഇപ്പോ നിങ്ങളുടെ ത്വരീഖത്ത് പൂർണ്ണമായി. ലം തകുനിൽ അഖ്താബ അഖ്താബ വൽ ഔതാദ് ഔതാദ വൽ ഔലിയാ ഔലിയാ ഇല്ലാ ബിമഅരിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്ലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ. എല്ലാവരും നീച്ചാണ്, എല്ലാവരും നീച്ച്. بالغ المدح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. تاه قلبي مذ أتيت واديا قافما تبع وداد طه تاليا للتالي تال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹുവേ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഒരുപാട് മഹാന്മാർ ഞങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാരെ ആ റബ്ബേ പറഞ്ഞത്, ആ മഹത്തുക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മരണത്തിന് മുമ്പ് ആ പരിശുദ്ധമായ പൂമകൻ ഞങ്ങൾക്ക് യഖ്ലത്തിലും മനാമിലുമായി ഒരുപാട് തവണ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മറുപടി പറയുന്ന അബ്ദുറഹീം എന്നവര്, ഈ ലോകത്തിൽ ഔലിയാക്കന്മാരായ ഔലിയാക്കന്മാർ മുഴുവനും ഉണ്ടായത് ഇല്ലാ ബിമഅരിഫത്തി റസൂലില്ലാഹി, ഇല്ലാ ബിമഅരിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കാണാതെ ഇവിടെ ഒറ്റ വലിയായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ സാന്നിധ്യം പരിശുദ്ധമായ കഅബ ശരീഫിൽ എപ്പോഴും ഉണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മഹാനായിരിക്കുന്ന ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു, തസവ്വുഫിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പകരമില്ലാത്ത മഹാനല്ലേ ഇമാമുനാ യാഫിഈ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട റൗദുർ റയ്യാഹീൻ എന്ന് പറയുന്ന കിതാബിൽ മഹാനായിരിക്കുന്ന ഇമാം റാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എന്നോട് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയനോട് പറയുകയാണ്, അദ്ദേഹം കഅബക്ക് ചുറ്റും ഒരുപാട് മലായികത്തിനെയും അംബിയാക്കളെയും ഔലിയാക്കളെയും കാണാറുണ്ടായിരുന്നു. ഏതെങ്കിലും
പടായി പൊട്ടിക്കുകയില്ല. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ, എല്ലാ ഫന്നുകളിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ മഹാൻ. അവിടുന്ന് ശർഹുൽ അഖായിദിൽ പറഞ്ഞുവല്ലോ, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. ഒരു വലിയനാണ് മറ്റൊരു വലിയനെ മനസ്സിലാക്കാൻ സാധിക്കുക. ആ മഹാനായ ഇമാമുനാ യാഫഈ റളിയല്ലാഹു അൻഹു വലിയാണെന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ ഇമാമുനാ യാഫഈ റളിയല്ലാഹു തആല തങ്ങൾ പറയാൻ, എന്നോട് ഖാലലി വലിയ്യും മിൻ ഔലിയാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആരിഫീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നോട് പറയുകയാണ്, അദ്ദേഹം കഅബക്ക് ചുറ്റും അല്ലാഹുവിന്റെ മാലാഖമാരെയും അവിടുത്തെ അമ്പിയാക്കളെ മൗലിയാക്കളെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇന്നാലിന്റെ നബിമാര്, ഇന്നാലിന്റെ ഔലിയാക്കന്മാര്, ഇന്നാലിന്റെ മലക്കുകള് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ സമയത്തും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഒരുപാട് മഹാന്മാര് കഅബാലയത്തിലേക്ക് വരാറുണ്ട്. ആ കൂട്ടത്തിൽ ആദരവായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ, മഹാനായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കാണാറുണ്ട്. വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ അമ്പിയാക്കളെക്കാളും എല്ലാ മലക്കുകളെക്കാളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരയായിരിക്കും കൂടുതൽ ആളുകൾ ഞാൻ കണ്ടത്. യൗലമു ഉമ്മത്ത് മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സന്താനങ്ങളും പരിശുദ്ധമായ മഖാം ഇബ്രാഹിം എന്ന കഅബയുടെ വാതിലിന്റെ അടുത്താണ് ഇരിക്കാറുള്ളത്. ശ്രദ്ധിക്കണം, മഖാം ഇബ്രാഹിം. എന്താ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ, കഅബ പണിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിന്റെ മീതെയായിരുന്നു കയറി നിന്നിരുന്നത്. ആ കല്ലിന്റെ പേരാണ് മഖാം ഇബ്രാഹിം. ആ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കഅബാലയത്തിന്റെ വാതിലിന്റെ മുൻവശത്താണുള്ളത്. അതിന്റെ ഇടയിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സന്താനങ്ങളും ഇരിക്കാറുള്ളത്. മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൂടെയുള്ള അമ്പിയാക്കളും റുക്നുൽ യമാനികൾക്കിടയിലാണ് ഇരിക്കാറുള്ളത്. മഹാൻ പറയുകയാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച മഹാനാ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരിക്കാറുള്ളത് മഖാം ഇബ്രാഹിമിന്റെയും കഅബാലയത്തിന്റെയും വാതിലിന്റെ ഇടയിലാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കൂടെയുള്ള അമ്പിയാക്കളും ഇരിക്കാറുള്ളത് റുക്നുൽ യമാനികൾക്കിടയിലാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംഘം ഇരിക്കാറുള്ളത് പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ചാരയാണ് ഇരിക്കാറുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്തും ഇരിക്കാറുള്ളത് സുബ്ഹാനല്ലാഹ് റുക്നുൽ യമാനിന്റെ ചാരയാണ് യൗലമു ഉമ്മത്ത് മുഹമ്മദിൽ മുസ്തഫ. അങ്ങനെ ഇരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞുവെന്ന് മറ്റൊരു വലിയായ ഇമാമുനാ യാഫഈ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ആ മഹാന്മാരൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും അവരെ കാണാൻ, ആ പരിശുദ്ധമായ ഭൂമിയെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ദർശിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് 11ഓളം നേട്ടങ്ങൾ ലഭിക്കാറുണ്ട്. 11ഓളം നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു നമുക്ക് ദുആ ചെയ്ത് പിരിയാം. 11ഓളം നേട്ടങ്ങൾ നബി തങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ടാൽ സുബ്ഹാനല്ലാഹ്. മഫാത്തിഹുൽ മഫാത്തിഹ് എന്നൊരു കിതാബിൽ അതിന്റെ മുസന്നിഫ് തങ്ങൾ പറയുന്നത് കാണാം, മൻ റഅൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. മൻ റഅൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. നബി തങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിലൂടെ കണ്ടു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഫലഹു ഹുസ്നുൽ ഖാതിമത്തി, അല്ലാഹുവേ ആ മനുഷ്യന് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം എന്താണ്? ഫലഹു ഹുസ്നുൽ ഖാതിമത്തി, നല്ല മരണം ആ മനുഷ്യന് ലഭിക്കുന്നതാണ്. അല്ലാഹുവേ ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പൊന്നാര മനുഷ്യന്മാരെ, ആ സമയം വല്ലാത്ത സമയമാണ്. ശൈത്വാനുൽ ലഈൻ വന്നുകൊണ്ട് മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ഏറ്റവും വലിയ ഘട്ടമാണ് മരണത്തിന്റെ സമയമെന്ന് പറഞ്ഞാൽ മഹാന്മാര് പറയുന്നത് കാണാം. ശൈത്വാനുൽ ലഈൻ നല്ലൊരു ഔലിയപ്പാപ്പാന്റെ കോലം കെട്ടി വരും ആ സമയത്ത്. അത് പറയും, ഇത് കുടിച്ചോ, ഈ കൂസ്, ഈ വെള്ളം കുടിച്ചോ, ഇസ്ലാം നിന്ന് പുറത്തു പോകാനുള്ള പണികളൊക്കെ പറയും. ആ സമയത്ത് ബദരീങ്ങളെ കാവല് വേണം. ദഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ, കൂസ് ഗ്ലാസ്, പാത്രത്തിനെ കാട്ടുന്ന സന്ദർഭത്തിൽ ബദരീങ്ങളായി തുണ റബ്ബന. കുറെ കാര്യങ്ങൾ പാടും. ഇബ്ലീസ് കൂസിനെ കാട്ടി, കൂസ് ഇബ്ലീസ് കൂസിനെ കാട്ടിടും. അപ്പൊ ഇബ്ലീസിന്റെ പേര് കൂസ് എത്തിയൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ദഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ കണ്ട കണ്ണാണോ ഇബ്ലീസ് വരൂല. മരണത്തിന്റെ സന്ദർഭത്തിൽ മനുഷ്യനെ കടുക്കാൻ ഇബ്ലീസിന് സാധ്യമല്ല. ഉമ്മത്ത് മുഹമ്മദിനുൽ മുസ്തഫ. പടച്ചോനെ, ആ സമയത്ത് ഞങ്ങൾക്ക് ഈമാൻ സലാമത്തിലാക്കി തരണേ തമ്പുരാനെ. നമ്മളൊക്കെ പള്ളിപ്പറമ്പിൽ ഓരോരുത്തരും മയ്യത്ത് കൊണ്ടുപോയി വെക്കാറുണ്ട്, മയ്യത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ട്, ഇസ്ലാമിക ചടങ്ങുകൾ നിർവഹിച്ചതിന് നമ്മൾ സംസ്കാര ചടങ്ങുകൾ ചെയ്യാറുണ്ട്. എന്തുറപ്പാണുള്ളത്? ആരാനെ പറ്റി പറയാണ്ട് നമ്മുടെ അവസ്ഥ തന്നെ എങ്ങനെയായിരിക്കാം? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്കൽ ഇസ്ലാം. നബിതങ്ങളെപ്പോഴും ദുആ ചെയ്ത ദുആണ്. നബിതങ്ങൾ പോലും യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്കൽ ഇസ്ലാം. പടച്ചോനെ, എന്റെ ഹൃദയത്തെ നീ ദീനുൽ ഇസ്ലാമിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഹൃദയത്തിന് അറബിയിൽ അല്ലാഹു തആല ഇട്ട പേരൊന്ന് നോക്കൂ. ഖൽബ്, ഖലബ. ഖലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു എന്നാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ മറയുക എന്നാണ്. ഹൃദയം ഓരോ സമയത്ത് ഇങ്ങനെ മറയലായിരിക്കും. നമ്മൾ അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റേത് ചെയ്യാം, മറിച്ചത് ചെയ്യാം, ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈമാനിൽ മറയാൻ പാടില്ല. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്കൽ ഇസ്ലാം. അല്ലാഹു തആല ഇസ്തിഖാമത്തിലായി ജീവിച്ച്, മുസ്തഖീമത്തായ ത്വരീഖത്തിലൂടെ ജീവിച്ച് റബ്ബിന്റെ റിള നേടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിനെ കണ്ട കണ്ണാണോ മരണസമയത്ത് ശൈത്വാനുൽ ലഈൻ വരൂല. അല്ലാഹു തആല വിഭാഗത്തിൽ പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ നേട്ടം എന്താണ്? നബി തങ്ങളെ കണ്ടവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടം എന്താണ്? ശഫാഅത്തു റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കലാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്തുൽ ഉളുമയുടെ പുറത്ത്, ശഫാഅത്തുൽ ഉളുമ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ബാപ്പാക്ക് മക്കളെ വേണ്ടാത്ത ദിനം വരാറുണ്ടല്ലോ, ഉമ്മാക്ക് മക്കളെ വേണ്ടാത്ത ദിനം വരാറുണ്ടല്ലോ, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത ദിനം വരാറുണ്ടല്ലോ, ഭാര്യക്ക് ഭർത്താവിനെ
ഭർത്താവിന് ഭാര്യയെയും, ശിഷ്യന്മാർക്ക് ഉസ്താദിനെയും, ഉസ്താദിന് ശിഷ്യന്മാരെ വേണ്ടാത്തൊരു കാലഘട്ടം വരാനുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ലോകത്തിലെ കോടാനുകോടി പരിശുദ്ധങ്ങള് മഹ്ശറ വൻസമയിൽ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ നബി തങ്ങളെ ശഫാഅത്ത് കൊണ്ടായിരിക്കും ഹിസാബ് തുടങ്ങുക. അതാണ് ശഫാഅത്തുൽ ഉളുമ. ആ ശഫാഅത്തുൽ ഉളുമയുടെ പുറമെ ശഫാഅത്തുൽ ഖാസ്സയുണ്ട്. നബി തങ്ങൾ ചില പ്രത്യേകക്കാരായ ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് നബി തങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് റസൂലുള്ളാഹിനെ കണ്ടവര്. യഅലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ, യഅലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام الشفيع المبطحي والحبيب العربي الشفاعة هب لنا നബിയേ, അവിടുത്തെ ശഫാഅത്ത് ഓശാരമായി നൽകണേ നബിയേ. ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്ന് ഒരു സുർമക്കോളിന്റെ ഖദ്ർ കണ്ട് സൂര്യൻ കത്തിച്ചൊലിക്കുന്ന നാളില് അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അവിടുത്തെ ശഫാഅത്ത് നൽകണേ നബിയേ. വഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി, അങ്ങ് വിട്ടുപോയാൽ പിന്നെ ഞങ്ങളെ കാര്യമല്ലാത്ത കഷ്ടമാണ്. ഇലാഹി അബ്ദുകൽ ആസി അതാക മുഖറം ബിദുനൂബി വഖദ് ദഅക. തൗബയുടെ സംസാരങ്ങളാണത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. നരകത്തിൽ പോയി കിടക്കാൻ സാധ്യമല്ലാത്ത ഈ ശരീരത്തിന്റെ ശരണം ഒന്ന് മാത്രമാണ്. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. നബി തങ്ങളെ കണ്ട കണ്ണുകളുള്ള ആളുകളാണോ ആ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. യഅലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് ലഭിക്കുന്ന നേട്ടം എന്താണ്? വലഹുൽ ജന്നത്തു, അവന് സ്വർഗമാകുന്ന ലോകമാണ് അഭയകേന്ദ്രമായിട്ടുള്ളത്. നരകം ആ തടിക്ക് വേണ്ട. റസൂലുള്ളാഹിനെ കണ്ട കണ്ണുള്ള ശരീരമാണോ അവൻ പോയി കിടക്കുന്നത്? രസമുള്ളതാക്കതളിപ്പയം തിന്നാനോ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ. രസമുള്ളതാക്കതളിപ്പഴം തിന്നാനോ. മഹാനായിരിക്കും തയ്യിബ് ഉസ്താദിന്റെ സുന്ദരമായ കാവ്യത്തിലൂടെ ലോകത്തോട് പരിചയപ്പെടുത്തിയ, ലോകത്തിൽ ഇതുവരെ കാണാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുള്ള സ്വർഗമാകുന്ന ലോകമാണ് റസൂലുള്ളാഹിനെ കണ്ടവർക്കുള്ളത്. യഅലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നാലാമത്തെ കാര്യം എന്താണ്? വയഗ്ഫിറുല്ലാഹു ലഹു വയഗ്ഫിറുല്ലാഹു ലഹു വയഗ്ഫിറുല്ലാഹു ലഹു. അല്ലാഹ് അവനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹിനെ കണ്ടു എന്ന കാരണത്താൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങള്, സയ്യാത്തുകള്, സല്ലാത്തുകള്, പോരായ്മകള്, അരുതായ്മകള്, കാൽവഴുതലുകള് എല്ലാം അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. നാലാമത്തതാണെങ്കിൽ അഞ്ചാമത്തത് വലി അബവൈഹി ഇൻകാന മുസ്ലിമൈനി, അവന്റെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്കും അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. മകനെ കണ്ടാൽ മകനെ മാത്രമല്ല ഉമ്മാക്കും ബാപ്പാക്കും അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആറാമത്തെ നേട്ടം എന്താണ്? വകഅന്നമാ ഖതമൽ ഖുർആൻ
12 തവണ ഖുർആൻ ഖത്മ് തീർത്തതിന്റെ തുല്യതയുള്ള സവാബ് ഈ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടതോടുകൂടി ലഭിക്കുന്നതാണ്. യൗലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂദു മൻ ജാദൽ വജൂദ വജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ലിർരിജാലി ജാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 12 തവണ പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർത്തതിന്റെ തുല്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരു തവണ കണ്ടാൽ യൗലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വയഹവ്വനു അലൈഹി ആറാമത്തെ കാര്യം, ഏഴാമത്തെ കാര്യം വയഹവ്വനു അലൈഹി സക്രാത്തുൽ മൗത്ത്. മരണത്തിന്റെ വല്ലാത്തൊരു ഘട്ടം വരാനുണ്ട്. സക്രാത്തുൽ മൗത്ത് വല്ലാത്തൊരവസ്ഥയാണത്. അതവനിക്ക് ലഘൂകരിക്കപ്പെടുന്നതാണ്. എട്ടാമത്തെ കാര്യം വയുർഫഉ അൻഹു അസാബുൽ ഖബ്രി. ഖബറിലെ ശിക്ഷ മുഴുവനും അവനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒഴിവുണ്ടാകുമ്പോ പള്ളിക്കാട്ടിലേക്കൊന്ന് പോകണേ. ഒഴിവ് പോലെ പള്ളിക്കാട്ടിൽ പോയി ഒന്ന് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതുന്നും വേണ്ട, ഞാൻ പറയുന്നത് ചെയ്താൽ മതി. ഒന്ന് ഖബറാളുകളോട് സലാം പറഞ്ഞ് ഒന്ന് വിജനതയിലേക്ക് നോക്കുക. ആ പള്ളിപ്പറമ്പിന്റെ ഓരോ മീസാൻ കല്ലിലൂടെ നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടി പലങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുക. കാണാം നമ്മുടെ നാട്ടിലെ പ്രമാണിയെ, കാണാം നമ്മുടെ നാട്ടിലെ പാമരനെ, കാണാം നമ്മുടെ നാട്ടിലെ പണ്ഡിതനെ. ഒരേ കോലത്തില് ഒരേ മീസാന്റെ താഴെ ഒരേ കല്ലറയുടെ ഉള്ളിലായി പാപങ്ങളുണ്ട്. പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, സാധുക്കളുണ്ട്, പണ്ഡിതനുണ്ട്. എല്ലാവരും ഒരു ശുഗറില്ലാതെ തിരക്കില്ലാതെ ഒറ്റ കിടത്തം കിടക്കുന്നത് കാണാം. ഒരുപാട് പ്ലാനൊക്കെ മനസ്സിലുണ്ടാകും. നാളെ നേരം വെളുക്കുന്ന ഉറപ്പുള്ളത്. ആരോഗ്യമാണോ മരണത്തിന്റെ മരിക്കൂല എന്നതിന്റെ ഒരു ക്വാളിറ്റി എന്താ? നമുക്കെല്ലാം ആരോഗ്യമുണ്ട്, അതാണോ? فكم من صحيح مات من غير علة وكم من عليل عاش دهرا على دهري. എത്രയെത്ര ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ളവരാണ്, ഒരു രോഗമില്ലാതെ മരിച്ചു പോണത്. എത്രയെത്ര രോഗികളാ ആ കിടത്തം കാലാകാലം കിടക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പള്ളിപ്പറമ്പിൽ പോയിട്ട് ഇങ്ങനെ നോക്കുക, നമ്മൾ നാട്ടിലത്തെ ഏറ്റവും വലിയ ഹാജിയാര് അബുഹാജിയുടെ കിടക്കുന്നത് കാണാം. നാട്ടിലത്തെ വലിയ മുദർരിസായ ഖത്തീബായ വഅലനായ മൂല്യാര് കിടക്കുന്നത് കാണാം. കള്ളു കുടിച്ച് നടന്ന തമ്മാടിയായി ജീവിച്ച് കിടക്കുന്നവനും കാണാം. എല്ലാരും കാണാൻ കഴിയും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ നോക്കിയാ അറിയാതെ ഈമാൻ ഇങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഞാൻ എന്റെ വല്യുപ്പാന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഞാൻ എന്റെ അനുഭവം പറയാണ്. എനിക്ക് ചെറിയ മനസ്സിൽ പ്രയാസങ്ങൾ വന്ന സന്ദർഭത്തിൽ എന്റെ വല്യുപ്പാന്റെ മഖാം ഞാൻ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ മഖ്ബറയിൽ ബഹുമാനപ്പെട്ട കോമുസ്താദിന്റെ മഖാമിൽ പോയി ആദ്യം സലാം പറഞ്ഞു. പിന്നെ കോട്ടുമൽ ഉസ്താദിന്റെയും അതുപോലെ വല്യുപ്പ കാളമ്പാടി ഉസ്താദിന്റെ ഒക്കെ അരികിലേക്ക് പോയി സലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി പള്ളിപ്പറമ്പിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ നോക്കി, വെറുതെ നോക്കി. അവർ 10 മിനിറ്റ് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ അവിടെ കിടക്കുന്ന ഫസ്റ്റ് ഞാൻ കണ്ടത് കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ, പിന്നെ കാണുന്നത് കോമു മുസ്ലിയാർ, പിന്നെ കാണുന്നത് കോട്ടുമല ബാപ്പു മുസ്ലിയാർ, പിന്നെ കാണുന്നത് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. ഞാനിങ്ങനെ കണ്ടു. പിന്നെ കാണുന്ന അഹമ്മദ് ഹാജി, പോക്കരാജി, അങ്ങനത്തെ ഒരു ഹാജി, ഫാത്തിമ, ആയിഷ, ഓരോ പേരുകൾ കാണുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിന്നിങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹങ്ങളാണ് ഈ കിടക്കുന്നത്.
അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രാവും പകലില്ലാതെ ഓടി നടന്ന മഹാന്മാരാണ് റബ്ബേ കിടക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ അപ്പുറത്ത് സാധാരണക്കാരൻ കിടക്കുന്നുണ്ട്. ഒരാൾക്കും ഒന്നും പറയാൻ കഴിയാതെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി കൊടുത്ത മഹാരഥന്മാർ. അതാണ് ആ സമയത്തൊക്കെ ആ മഹാന്മാർ ഇവിടെ ഇട്ടേച്ചു പോയപ്പോൾ അവർക്ക് ഇന്നത് ചെയ്തിരുന്നു എന്ന് പറയാനുണ്ടായിരുന്നു. നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമ്പോ എന്നെ കൊണ്ട് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറയാനുള്ള രൂപത്തിൽ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ويهون عليه سكرات الموت ويرفع عنه عذاب القبر. ഏറ്റവും വലിയ വിഷയമല്ല അദാബുൽ ഖബർ. റസൂലുള്ളാഹിനെ കണ്ട കണ്ണിന്റെ ഉടമസ്ഥനാണോ അവനെ തൊട്ട് അദാബുൽ ഖബർ, ഖബറിന്റെ അദാബിന് ഉയർത്തപ്പെടുന്നതാണ്. പത്താമത്തെ കാര്യം എന്താണ്? വയുമനഹു മിൻ അഹ്വാലി യൗമിൽ ഖിയാമഹ. ഖിയാമത്ത് നാളിന്റെ മനുഷ്യനിക്കുള്ള ശിക്ഷകള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള് അല്ലാഹു തആല ഹൗന് കൊടുക്കുന്നതാണ്, ലഘൂകരിക്കപ്പെടുന്നതാണ്. പത്താമത്തെ കാര്യം എന്താണ്? വയുഖ്ലാ ഹവായിജുഹു ഫിദ്ദുനിയാ വൽ ആഖിറതി ബിലുത്ഫിഹി വകറമിഹി. അല്ലാഹുവിന്റെ ഔദാര്യം കാരണത്താൽ ആ മനുഷ്യനിക്കുള്ള എല്ലാ ആവശ്യങ്ങളും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല വീട്ടി കൊടുക്കുന്നതാണ്. യലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കണ്ണുകളാണോ ഈ മനുഷ്യനിക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമാണിത്. ഈ മനുഷ്യനിക്ക് പിന്നീട് അല്ലാഹു തആല നൽകുന്ന നേട്ടങ്ങളാണിത്. ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഈ മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി പരിശ്രമിച്ച ത്യാഗത്തിന്റെ കഥകള് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബുകൾ പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. ഈ കേരളത്തിൽ ജീവിച്ച മഹാനായ ഉമറുൽ ഖാഹിരി, ബഹുമാനപ്പെട്ട വലിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലോത്ത മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോലോത്ത ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പോലോത്ത മഹാരഥന്മാരെ 4 ഖസീദകൾ തന്നെ പറയാൻ വേണം നമുക്ക് ഒരുപാട് സമയങ്ങൾ. ഖസീദത്തുൻ നുഅ്മാനിയ ഞാൻ എൻ്റെ വാദിന്റെ തുടക്കത്തിൽ കേൾപ്പിച്ചതാണ്. ഖസീദത്തുൻ നുഅ്മാനിയ മഹാനായിരിക്കുന്ന വലിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല തങ്ങള് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിലുള്ള പ്രമുഖനാണ് ബഹുമാനപ്പെട്ട വലിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല തങ്ങള് ഖസീദത്തുൽ ഉമരിയ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരപ്പോയി ചൊല്ലിക്കൊടുത്ത് കേൾപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫിൽ നിന്നുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടി അതും കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. മഹാനായിരിക്കുന്ന വലിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല തങ്ങള് ഹിജ്റ 1209 ഏകദേശം 240 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. 240 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ പറയുന്നത്. 1209 ഹജ്ജ് യാത്രക്ക് വേണ്ടി മഹാനവറുകള് കപ്പൽ മാർഗം ജിദ്ദയിലെത്തി. അവിടെ നിന്ന് ഒട്ടകത്തിന്മേൽ കയറിയിട്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. നബിതങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോയി. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു തങ്ങള് നബിതങ്ങളെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്യുന്നതിനിടയിൽ മഹാന്റെ ഹൃദയത്തിൽ നിന്ന് എന്നോ തന്റെ ഹൃദയത്തിൽ കയറ്റി വെച്ച റസൂലുള്ളാഹിനോടുള്ള ഇഷ്കത പൊട്ടിപ്പുറപ്പെടുകയാണ്. പരിസരം മറന്നുകൊണ്ട് സലാം പറഞ്ഞു നബി തങ്ങളോട് സ്വലാത്തും സലാമും അധികരിപ്പിക്കുകയാ. ആ പ്രണയമതാ സംസാരത്തിൽ വഴിമാറിയിട്ട് സംസാരത്തിൽ നിന്ന് കാവ്യത്തിലേക്ക് വഴിമാറുകയാണ്. പിന്നീട് ആ കാവ്യത്തിന് നമ്മൾ പേര് കൊടുത്തു അൽ ഖസീദത്തുൽ ഉമരിയ റളിയല്ലാഹു അൻഹു. മഹാനായിരിക്കുന്ന വലിയങ്കോട് ഉമർ ഖാദി രചിച്ച ബൈത്ത് സല്ലൽ ഇലാഹു അലാ ബിനി അബ്ദില്ലാഹി ദി ഖുലഖിൻ ബിനസില്ലാഹി കാന അദീമാ ഫളൻ ഖലീലൻ ലം യകും ബല്ലീനാ ബർറർ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫയുടെ ചാര വെച്ച് ഈ ബൈത്തുകൾ ചൊല്ലുമ്പോ മദീനയിൽ
സംഗമിച്ച അറബികളാ മഹാനായ ബഹുമാനപ്പെട്ട വലിയങ്കോട് ഉമർ ഖാദി തങ്ങൾ അരികിലേക്ക് ഓടിക്കൂടുകയാണ്. വിദേശികളും സ്വദേശികളുമായ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ബഹുമാനപ്പെട്ടവര് ഓരോ ബൈത്തുകൾ ചൊല്ലുമ്പോൾ അവസാനം ചൊല്ലിക്കൊടുത്തു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചൊല്ലി ചൊല്ലി ബഹുമാനപ്പെട്ടവരിങ്ങനെ പാടി പാടി യാ അക്റമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദമു മിൻ ഐനൈഹി സാല സജീമാ വദ്ദമു മിൻ ഐനൈഹി സാല സജീമാ. صلوا عليه وسلموا تسليما يا أكرم الكرماء. മാന്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യനായ നബിയെ അലാ അഅതാബികും അങ്ങയുടെ ഉമ്മറപ്പടിക്കലിതാ ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും അവിടുത്തെ തിരുനോട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് വന്ന ഉമർ ഇതാ നബിയെ അങ്ങയുടെ തിരുനോട്ടം പ്രതീക്ഷിച്ചുകൊണ്ടിതാ അങ്ങയുടെ ആ പരിശുദ്ധമായ ജനാബിലേക്ക് വന്നിരിക്കുകയാണ്, ഉമ്മറപ്പടിയിലേക്ക് വന്നിരിക്കുകയാണ്. യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദമഉ മിൻ ഐനൈഹി സാല സജീമാ. യർജുൽ അതാ നബിയേ ഉമർ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഔദാര്യമാണ് നബിയേ. അലൽ ബുകാഇ ബിബാബികും അങ്ങയുടെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ഉമർ ഇതാ നബിയെ ആഗ്രഹിക്കുന്നത് യർജുൽ അതാ അവിടുത്തെ ഔദാര്യം ഒരുപാട് ആളുകൾക്ക് നൽകില്ലയോ? ആ പരിശുദ്ധമായ പൂമുഖം കാണാൻ ഒരുപാട് ആളുകൾക്ക് തൗഫീഖ് ലഭിച്ചില്ലയോ? അങ്ങ് മദീനയിൽ നിന്ന് അങ്ങകലെ മഹാനായ ബിലാൽ തങ്ങൾ അവിടെ പോയി ക്ഷണിച്ചില്ലയോ? എത്രയെത്ര ആശിഖീകൾ അങ്ങ് കണ്ടു നബിയേ, എനിക്കുമെന്ന് കാണണം നബിയേ. വദ്ദമഉ മിൻ ഐനൈഹി സാല സജീമാ. എന്റെ കണ്ണുകളിൽ നിന്ന് അതിരുവിട്ടതാ കണ്ണുനീരുകൾ ഒഴുകുന്നത് കാണുന്നില്ല നബിയേ. എന്റെ കണ്ടടങ്ങൾ നിറഞ്ഞുകൊണ്ട് ഒഴുകുന്നത് കാണുന്നില്ല നബിയേ. വദ്ദമഉ മിൻ ഐനൈഹി സാല സജീമാ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കൊടുങ്കാറ്റ് പോലെ കാവ്യാലാപനത്തിന്റെ ശബ്ദതരംഗങ്ങള് റൗളാ ശരീഫിന്റെ ഭിത്തികളെ പോലെ കോരിത്തരിപ്പിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് പ്രകമ്പനം കൊണ്ടപ്പോ റൗളാ ശരീഫിന്റെ ഹുജ്റത്തു ശരീഫയുടെ വാതിലതാ തുറക്കപ്പെടുകയാ. അല്ലാഹുവിന്റെ ഹബീബേ യർജുൽ അതാ അവിടുത്തെ ഔദാര്യമിതാ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ കണ്ണുകളിൽ നിന്നിതാ കണ്ണുനീര് വരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേരളത്തിൽ ജനിച്ചൊരു പച്ചയായ മനുഷ്യന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ ഹുജ്റത്തു ശരീഫയുടെ വാതിലുകളതാ തുറക്കപ്പെടുകയാ. അല്ലാഹുവേ ഈ മഹാന്മാരെ പറഞ്ഞത് റബ്ബേ ഞങ്ങളെ ഈമാൻ കുറവാണ്, മുഫ്ലിസൂൻ റബ്ബേ ഞങ്ങൾ മുഫ്ലിസീങ്ങളാണ്. നഹ്നുൽ മുഫ്ലിസൂൻ നഹ്നുൽ ഫഖീറൂന ഇലൈക യാ അല്ലാഹ്. നിന്നിലേക്ക് ആവശ്യമുള്ളവരാണ് റബ്ബേ. ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതാണ്ട് പാടിയപ്പോ ഹുജ്റത്തു ശരീഫയുടെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. മഹാനുകൾ തുടങ്ങുകയാണ് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅതി ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമന തനഈമാ. صلوا عليه وسلموا تسليما. ما جف
ലകിന്നഹു യജ്രി അലാ ഖത്തൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യൻ വമൈതു ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്ത് സുന്ദരമായ ബൈത്തുകള്. മജഫദ സാലമിന ഐനൈനി ലകിന്നഹു യജ്രി അലാ ഖത്തൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യൻ വമൈതു ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കണ്ണുനീര് ഉണങ്ങിപ്പോയിട്ടില്ല, വറ്റിപ്പോയിട്ടില്ല. സാലമിൻ ഐനൈ, എന്റെ രണ്ട് കണ്ണുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന ഈ കണ്ണുനീര് ഒറ്റിപ്പോയിട്ടില്ല, വറ്റിപ്പോയിട്ടില്ല, ഉണങ്ങിപ്പോയിട്ടില്ല. ലകിന്നഹു യജ്രി അലൽ ഖത്തൈനി, ആ കണ്ണുനീരുകൾ ഏതോ കാലം മുതൽ സൂക്ഷിച്ച എന്റെ ഹബീബിന്റെ മഹബ്ബത്ത് കാരണത്താൽ എന്റെ രണ്ട് കവിളിലൂടെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി, എന്റെ ഹബീബിനോടുള്ള ആ സ്നേഹം കാരണത്താൽ എന്റെ ഹൃദയാന്തരങ്ങൾ മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒളിപ്പിച്ചു വെച്ച മഹബ്ബത്ത് കാരണത്താൽ എന്റെ കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകി എന്റെ രണ്ട് കവിൾ തടങ്ങൾ എപ്പോഴും നനഞ്ഞിട്ടാണുള്ളത്. ഹയ്യൻ വമൈതു ഫിത്തുറാബി റമീമാ, ജീവിതാവസരത്തിലും അങ്ങനെ തന്നെ. മാത്രമല്ല ഫിത്തുറാബി റമീമാ, മരിച്ചുപോയി മണ്ണിൽ ഞാൻ ഉരുപ്പിക്കഴിഞ്ഞാലും ഹബീബിനെ ഓർത്തുകൊണ്ടുള്ള മഹബ്ബത്ത് വെച്ചുകൊണ്ടുള്ള ആ കണ്ണുനീര് വറ്റിപ്പോകൂല. യുലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ഈ മഹാന്മാരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്രത്തോളം ഇഷ്ക് വെച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിൽ വരെ കബൂലാക്കിയത്. പരിശുദ്ധമായ മക്ക ഫത്ഹിന്റെ സന്ദർഭത്തിൽ മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, ആരാ കഅബ് എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ നിശിദ്ധമായ ഭാഷയിൽ ബൈത്തുകൾ പാടി, ഖസീദകൾ പാടി നബി തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചവരാണ് കഅബ് തങ്ങൾ. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പാണ്. പിന്നീട് ദാ മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല തങ്ങൾ സുബ്ഹാനല്ലാഹ് ഇസ്ലാമിലേക്ക് വരാനെന്ന കാരണം മഹാന്മാര് പറയുന്നുണ്ട്. നബി തങ്ങളോട് വല്ലാതെ മഹബ്ബത്ത് വെച്ചു, നബി തങ്ങളോട് മഹബ്ബത്ത് വെച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീട് ഇസ്ലാമിൽ ഏറ്റവും വലിയ ഷാഇറായി നബി തങ്ങളെ മദ്ഹുകൾ വല്ലാതെ പാടി പറയുന്നവരായി ആ രംഗ മഹാന്മാര് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല തങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. കഅബ് തങ്ങളെ കുറിച്ചൊരു വാർത്തയുണ്ട്. കഅബിനെ കണ്ടാൽ എവിടെ കണ്ടാലും വെട്ടിക്കളയണം. റസൂലുള്ളാഹിനെ വല്ലാതെ പീഡിപ്പിച്ചവരാണ്. കവിതാലാപനത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനെ വിശുദ്ധമായ ഭാഷയിൽ തെറി പറഞ്ഞവനാണ്. ഇനി കഅബിനെ കണ്ടാൽ വെട്ടിക്കളയണമെന്ന് പറഞ്ഞ ആ സന്ദർഭത്തിലാണ് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് വരുന്നത്. പിന്നീട് കാര്യം നടക്കുന്നുണ്ട്. കഅബ് ആരാണെന്ന് ഒരാൾക്ക് പോലും അറിയൂല. അവിടെയാ പോയിന്റ്. കഅബ് തങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷെ കഅബ് തങ്ങൾ ആരാണെന്ന് പലർക്കും അറിയുകയില്ല. സുബ്ഹാനല്ലാഹ്, മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാര വന്നിട്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന കഅബ് ഇബ്നു സുഹൈർ ഖദ് ജാഅ ലിയസ്തഅ്മിന മിൻക താഇബൻ മുസ്ലിമാ. നബിയേ, അങ്ങയുടെ ചാരയിലേക്ക് ഇതാ കഅബ് വന്നിട്ടുണ്ട്. ഞാനാണ്
എവിടെയാണ് കഅബെന്ന് കഅബ് പറഞ്ഞിട്ടില്ല. നബിയേ മുസ്ലിമായ രീതിയിൽ അങ്ങയുടെ ചാരേക്ക് കഅബ് വന്നിട്ടുണ്ട്. ഫഹൽ അൻത ഖാബിലും മിൻഹു ഇൻ അന ജിതുക ബിഹി. നബിയേ ആ കഅബ് തങ്ങളെ നിങ്ങളെ ചാരേക്ക് ഞാൻ കൊണ്ടുവന്നാൽ അങ്ങ് സ്വീകരിക്കുമോ നബിയേ? നമ്മളൊക്കെയാണ് നമ്മളെ അവസ്ഥക്കാരോ അന്റെ തെറി പറഞ്ഞുകൊണ്ട് വന്നതാണ് അടിപൊളിയാണ്. നബിയെ അങ്ങൊന്ന് സ്വീകരിക്കോ നബിയേ? ഇൻ അന ജിതുക ബിഹി, ഞാൻ കൊണ്ടുവന്നാൽ നബിയെ അങ്ങൊന്ന് സ്വീകരിക്കുമോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു നഅം, സ്വീകരിക്കാലോ. ആ സമയത്ത് ബഹുമാനപ്പെട്ട പറഞ്ഞല്ലോ നബിയേ അന കഅബ് ഇബ്നു സുഹൈരി. ഇതുവരെ അങ്ങ് ആക്ഷേപിച്ച് പാട്ട് പാടിയ കഅബുണ്ടല്ലോ, അത് ഞാനാണ് നബിയേ, ഇത് ഞാനാണ് നബിയേ. ഇത് കേൾക്കേണ്ട താമസം അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയത ചാടിയണീക്കുകയാണ്. വാൾ ഉറയിൽ നിന്ന് ഊരുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദഅഹു അൻക, ഏയ് മാണ്ട പണിക്കല്ലേ, فإنه قد جاء تائب الناس عن أما كان عليه. മുമ്പുള്ള വിശ്വാസമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായി വന്ന മനുഷ്യനാണ്, കൊല്ലാൻ പാടില്ല. ഇതാണ് കേട്ടപ്പോ കഅബ് തങ്ങൾ ആകെ പടച്ചോനെ ഈ റസൂലുള്ളാഹിനെ പറ്റിയാണ് ഞാൻ ഈ പോലത്തെ പാടിയത്, ആക്ഷേപിച്ചത് ഞാൻ ഈ ഹബീബിനെ കുറിച്ചാണ് പാടിയത്. പിന്നീട് ആ നാവ് മുഴുവൻ ചലിച്ചത് ലിമദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പാനത്ത് സുആദിന്റെ ബൈത്ത് ഇങ്ങനെ പാടി സുബ്ഹാനല്ലാഹ്. 36ാമത്തെ ബൈത്തിലേക്ക് എത്തി. വഖാല കുല്ലു ഖലീലിൻ കുന്തു ആമുലുഹു ലാ ഉൽഹിയന്നക ഇന്നി അൻക മശ്ഗൂലു മൗലായ صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فقلت خلوا سبيلي لا أبا لكم فكل ما قدر الرحمن مفعول. كل ابن أنثى وإن طالت سلامته يوما على آلتي ഹദ്ബാ മഹ്മൂലു. ഇനിയാണ് പോയിന്റിലേക്ക് കടന്നു വരുന്നത്. ഉംബിഅതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. എന്നെ എവിടെ കണ്ടാലും വധിച്ചു കളയണമെന്ന വാറണ്ട് റസൂലുള്ളാഹ് അവിടുന്ന് പുറപ്പെടുവിച്ച വിവരം എനിക്കറിയാം. പക്ഷേ വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു, ആ തിരുസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് മാപ്പിന്റെ കേന്ദ്രമാണ്, അഭയ കേന്ദ്രമാണ്. അതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പാടി പാടി 52ാമത്തെ ബൈത്തെത്തി. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു മൗലായ സല്ലി വസല്ലം للخلق كلهم. إن الرسول لسيف يستضاء به. വെട്ടിത്തിളങ്ങുന്ന വാളാണ് എൻ്റെ ഹബീബ് നബി മുഹമ്മദുൽ മുസ്തഫ എന്ന് പറഞ്ഞ നബി തങ്ങൾ. ഒരുപാട് മാനുണ്ട്. ആ മുശബ്ബഹ് ബിഹിന്റെ മാന എന്ന് പറഞ്ഞ നബി തങ്ങൾ വാളുകൊണ്ട് ദീനുണ്ടാക്കി, അങ്ങനെ മനസ്സിലാക്കരുത്. ഇന്നർ റസൂല ലസൈഫുൻ, അവിടുത്തെ വജുഷബഹ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ, അവിടുത്തെ നൂർ എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന അതുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന ഈ ബൈത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എക്സ് ചങ്ങായി പറയുന്നുണ്ട്. അവിടുത്തെ സ്വഹാബത്ത് പോലും അംഗീകരിച്ചു നബി എന്ന് പറഞ്ഞാൽ വാളാണ്. അതിന് ആദ്യം എന്താ ചുരുങ്ങിയ നഫായിസ് പറഞ്ഞ കിതാബെങ്കിലും ഓതണം. കുറച്ച് നല്ല രസമുണ്ട്. എക്സ്പയർ മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എക്സ്പയർ ആയ സാധനം അത് നമ്മൾക്ക് ഒഴിവാക്കില്ല. ഇപ്പൊ റൊട്ടിന്റെ പേക്കെങ്ങാനും പീടികയിൽ പോയി പൂത്ത് എക്സ്പയർ ആയ എന്താക്കുമ്പോ ഒഴിവാക്കി കളയും, തോട്ടിലേക്ക് വലിച്ചെറിയും. എക്സ്പയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. നിബിതങ്ങൾ ശബഹ്, അവിടുത്തെ വജൂ ശബഹ് എന്താണ്? ആ തുല്യതയുടെ ന്യായം എന്താ? നിബിതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രകാശമാണ്. വിധങ്ങളുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ആ പ്രകാശത്തിനെ കുറിച്ചാണ് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല തങ്ങൾ സുന്ദരമായി പാടിയത്. ഇന്ന
بيتا أنت ساكنه ليس محتاجا إلى السرج. നബി ഒരു സ്ഥലത്തേക്ക് അങ്ങ് വന്നാൽ പിന്നെ സിറാജിന്റെ വെട്ടിത്തിളങ്ങുന്ന വിളക്കുമാടത്തിന്റെ ആവശ്യമില്ലല്ലോ. അത് സത്യമായ കാര്യമല്ലേ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ തകല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്ന അൻ-നൂറ യഖ്റുജു മിൻ ബൈനി സനായാ. വിധങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നൂറ് പ്രകാശം അവിടുത്തെ രണ്ട് മുൻപല്ലിന്റെ ഇടയിലൂടെ പ്രകാശം ഇങ്ങനെ പരക്കുന്നത് കാണാം. അത് നബി തങ്ങളുടെ ഹിസ്സിയായ നൂറാണ്. മഅനവിയായ നൂറ് നമുക്ക് കാണാൻ കഴിയൂല. നബി തങ്ങളുടെ മഅനവിയായ നൂറിനെ എങ്ങാനും അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് എങ്ങാനും വെളിവാക്കിയാൽ ഈ ദുനിയാവിലുള്ള ഒന്നിനെ പോലും റസൂലുള്ളാഹിനെ കാണാൻ കഴിയൂല. ആ നൂറ് മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലേക്ക് വന്നപ്പോ അബ്ദുള്ള എന്ന് കേൾക്കുമ്പോൾ തർദിയത്ത് ചൊല്ലാതിരിക്കണ്ട. മഹാനായിരിക്കുന്ന ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാബീലിൽ ഫതാവയിൽ പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹിന്റെ പാപ്പാന്റെയും ഉമ്മാന്റെയും പേര് കേൾക്കുമ്പോൾ തർദിയത്ത് ചൊല്ലാൻ ഒരു മടിയും വേണ്ട. ചില മുസ്ലിയാക്കന്മാർ ആധുനിക മൂല്യന്മാർ പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾക്ക് തർദിയത്ത് വേണ്ട എന്ന്. വഞ്ചിതരായി പോകേണ്ടതില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മാന്റെയും പാപ്പാന്റെയും പേര് കേട്ടാൽ അങ്കൂസ് മൗലൂദ് ചൊല്ലുമ്പോൾ മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹയിൽ ചുരുക്കേണ്ടതില്ല റളിയല്ലാഹു അൻഹുമാ, അല്ലെങ്കിൽ മിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹാ. അങ്ങനെ ചൊല്ലണം. നാം ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, വിഷയം ഗഹനമായതുകൊണ്ട് കടക്കുന്നില്ല. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി തങ്ങളിലേക്ക് ആ കരീമായ മുതുകിലേക്ക് റസൂലുള്ളാഹിന്റെ നൂറ് പ്രവഹിച്ചപ്പോ അബ്ദുല്ലാഹി തങ്ങൾക്ക് മുൻജു കൂടുകയാണ്, സൗന്ദര്യം അധികരിക്കുകയാണ്. കണ്ടവരെ അത്ഭുതപ്പെട്ടു പോയി. ആ മുഖം ഇങ്ങനെ തിളങ്ങുകയാണ്. ആ നാട്ടിലെ ആളുകളൊക്കെ മനസ്സിൽ കൊണ്ട് പെണ്ണുങ്ങൾ സ്ത്രീകൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, അബ്ദുള്ളയെ കിട്ടിയിരുന്നെങ്കിൽ ആമിന ബീവിയെ വിവാഹം ചെയ്തെന്ന് കേട്ടപ്പോൾ പരിസരം മറന്നുപോയി നിലവിളിച്ച പെണ്ണുങ്ങൾ പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ പരിശുദ്ധമായ നൂറ് അബ്ദുല്ലാഹി തങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ആ നൂറ് ആമിന ബീവിയിലേക്ക് പ്രവഹിച്ചപ്പോൾ ആ നൂറ് പിന്നീട് ആമിന ബീവിയിലായി. കാരണം അബ്ദുല്ലാഹ് തങ്ങളെ ഭംഗി എന്ന് പറഞ്ഞാൽ നൂറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷയം മാറുന്നുണ്ടോ? മനസ്സിലാവുന്നത്? വിഷയം മനസ്സിലാവുന്നില്ലേ? പിന്നീട് ആമിന ബീവിയിലെ ആ നൂറ് ആമിന ബീവി കുട്ടിയെ പ്രസവിച്ചു. സുബ്ഹാനല്ലാഹ്. ആ കുട്ടി മുഴുവനും നൂറായിരുന്നു. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാം, നിങ്ങൾക്ക് എത്ര വയസ്സായി? കാലം കുറെ ആയില്ലേ വഹീന്റെ പരിപാടി തുടങ്ങിയിട്ട്? എത്ര വയസ്സായി ജിബ്രീൽ? കൃത്യമായ ഓർമ്മ ശരിയാണെങ്കിൽ ഉന്നത്തിൽ ഈ വിഷയം പറയുന്നുണ്ടെന്നാ തോന്നുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി എന്താണ്? നബിയേ, ഇത്ര വയസ്സ് എന്ന് എനിക്ക് പറയാൻ കഴിയൂല, പക്ഷെ ഒരു കണക്ക് എന്റെ കയ്യിലുണ്ട്. ആകാശലോകത്തൊരു താരകം, ഒരു സ്റ്റാർ നജ്മ് ഉദിക്കാറുണ്ട്. ആ സ്റ്റാർ 70,000 വർഷം കൂടുമ്പോഴാണ് ഉദിക്കാറുള്ളതെന്നോ ശ്രദ്ധിക്കണം. 2024 വെച്ചാൽ 70,024 ഉദിക്കുക. 70 വർഷം കൂടുമ്പോഴാണ് ആ നജ്മ് ആകാശലോകത്തിൽ ഉദിക്കാറുള്ളത്. ആ നജ്മ് ഞാൻ 70,000-ത്തിലധികം തവണ കണ്ടിട്ടുണ്ട് നബിയേ. അപ്പൊ എത്ര വയസ്സ്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ മറുപടി, ജിബ്രീൽ, നിങ്ങൾ കണ്ട ആ നജ്മുണ്ടല്ലോ, ഹുവ നൂരി, അത് എന്റെ പ്രകാശമാണ്. യഅലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. സാധാരണക്കാർ ഒരുപാട് മജ്ലിസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ബുദ്ധിയൊക്കെ ഒരുപാട് മേഖലയിലേക്ക് വികസിപ്പിക്കുമ്പോൾ അതാണ് ആ പറഞ്ഞതിന്റെ മാന. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ
കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല തങ്ങൾ ഈ ബൈത്തങ്ങ് പാടേണ്ട താമസമതാ അശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികുമ്മിഹി ഇലാ മൻ ഹവാലൈഹി മിൻ അസ്ഹാബിഹി അൻ യസ്മഊ സുഹൈബ ഇങ്ങോട്ട് വരൂ സുഹൈബ ഇങ്ങോട്ട് വരൂ സുഹൈബ കഅബ് പാടുന്നത് കേട്ടില്ലേ സുഹൈബ അശാറ റസൂലുള്ളാഹി ബികുമ്മിഹി ഇലാ മൻ ഹവാലൈഹി ഇങ്ങോട്ട് വാ സുഹൈബ എന്ന് പറഞ്ഞ് സുഹാബത്തിനെ വിളിച്ചു വരുത്തുകയാണ് സുബ്ഹാനല്ലാഹ് എന്നിട്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല തങ്ങൾക്കതാ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തിൽ വെച്ചിരുന്ന പുതപ്പതാ സമ്മാനമായി കൊടുക്കുകയാണ് മാത്രമല്ല ഒരു അഭിപ്രായ പ്രകാരം മഹാന്മാര് പറയുകയാണ് അൽ അറബുൽ അറബിയ എന്ന് പറയുന്ന കിതാബിന്റെ 185-ാമത്തെ പേജിൽ ഈ വിഷയം കാണാം അതിന്റെ കൂടെ 1000-ലധികം ഒട്ടകങ്ങളും അല്ലാഹുവിന്റെ ഹബീബതാ സമ്മാനമായി നൽകുന്നു മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല തങ്ങൾക്ക് ലഭിച്ച അംഗീകാരം ഇത് മഹാനവരുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല തങ്ങളെ ബഹുമാനപ്പെട്ട കഅബ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിദാ ഒരു ബുർദത്ത് ഒരു പുതപ്പ് സമ്മാനമായി നൽകി എന്ന വിവരം അറിഞ്ഞപ്പോൾ മഹാനായ മുആവിയ തങ്ങളതാ മഹാനായ കഅബ് തങ്ങൾ അരികിലേക്ക് പോയി ചോദിച്ചു ആ പുതപ്പ് എനിക്കൊന്ന് തരോ ആ റസൂലുള്ള തന്ന ഹദിയയായി നൽകിയ ആ പുതപ്പ് നീ എനിക്ക് തരുമോ 10000 ദിർഹം ഞാൻ നിങ്ങൾക്ക് പ്രതിഫലമായി തരാം 10000 ഉറുപ്പിക തരാം ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട മറുപടി പറയുന്നു സുബ്ഹാനല്ലാഹ് ലാ ഉസിറു ബിസൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദാ ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്ന ഈ പുതപ്പ് ഒരാൾക്കും തരൂല അതാര് വന്ന് ചോദിച്ചാലും തരൂല മഹാനവറുകൾ വഫാത്താകുന്നത് വരെ കൊടുത്തില്ല വഫാത്തായപ്പോ മുആവിയ തങ്ങൾ ഇർസിന്റെ അഹ്ലുകാരിൽ പോയി അനന്തരകാമികൾ അരികിലേക്ക് പോയി ഓരോട് ചോദിച്ചു തരുമോ 10000 തരാന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കഅബ് തങ്ങൾ തന്നില്ലായിരുന്നു 20000 രൂപ തരാ ആ ബുർദത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മേനി തട്ടിയ ആ പുതപ്പ് എനിക്ക് തരുമോ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു കുടുംബക്കാർ കൈമാറി സ്വഹാബത്ത് നബി തങ്ങളെ കണ്ട രൂപമാണത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോയാൽ സുബ്ഹ് വരെ ഞാൻ പറയേണ്ടി വരും സുബ്ഹ് വരെ നിങ്ങൾ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ദുആയോടുകൂടി അല്ലാഹുവേ ആ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ ഈ മജ്ലിസിന്റെ സംഘം അതിന്റെ സബബാക്കിനെ തീർക്കണേ തൊണ്ടേ റൂഹുള്ള കാലത്തോളം അവിടുത്തെ മദ്ഹ് പറയാനും മദ്ഹ് പാടാനും അതിന്റെ പ്രചാരകരാകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്തലങ്കാരമുള്ള സ്റ്റേജാണ് എന്തലങ്കാരമുള്ള സദസ്സാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികള് പ്രത്യേകിച്ച് യുവാക്കളായ ചെറുപ്പക്കാര് റബ്ബനാ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ പ്രിയപ്പെട്ട ഉസ്താദ് ദുആയിലേക്ക് കടക്കുകയാണ് അതിൻ്റെ മുന്നേ പ്രിയപ്പെട്ട ഉസ്താദിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളെ മദ്രസയിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ 2,04,000